നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? ആ ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി കണ്ടെത്താൻ പറ്റുന്നില്ല. കുറേ പേർ ആദ്യം യേശു ക്രിസ്തു എന്നൊക്കെയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റിയാണ് ആരാധനകളൊക്കെ നടക്കുന്നത്, മുഴുവൻ ആരാധന. ഇപ്പം പിന്നെ കുറച്ചുകൂടി വിവരമുള്ള ആളുകൾക്ക് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞു തുടങ്ങി, കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പം ഇത്രയും കാലമൊന്നും ഇല്ലായിരുന്നു, യേശുവിൻ്റെ നാമത്തിലേ ഉള്ളായിരുന്നു എല്ലാം. അതൊക്കെ മാറി ഇപ്പം ഏറെക്കുറെ ഇപ്പോൾ ഈ തൃത്വവിശ്വാസത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തൃത്വവിശ്വാസം പറയുമ്പോഴും നിങ്ങൾ ആ സിയോൻ ഗീതാവലി എന്ന് പറയുന്ന പുസ്തകം എടുത്ത് നോക്കി, അതാണല്ലോ നിങ്ങളുടെ ആരാധനയുടെ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ പാട്ട് പാടുകയല്ലേ. ആ പാട്ടിൽ എവിടെയെങ്കിലും ഈ ത്രിത്വേക ദൈവം, ത്രിയേക ദൈവം എന്നുള്ള ആ രീതിയിൽ ആരാധനയുണ്ടോ? എല്ലാം യേശു എനിക്ക് നല്ലവൻ, യേശു എന്ന അടിസ്ഥാനം, തുണ എനിക്ക് യേശുവാം, ഇതൊക്കെയല്ലേ ഉള്ളൂ. ആദ്യമായിട്ട് എനിക്ക് ഈ എൻ്റെ ചങ്ങാതി സജി വർഗീസിനോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കണം. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസം, ഈ വിശുദ്ധ ദിവസം, സർവകൃപാലുവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. തുടർമാനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചോദ്യങ്ങളിലെ അവസാനത്തെ ചോദ്യമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നില്ല? നിങ്ങളുടെ ആരാധന എന്നൊക്കെയുള്ളതിൻ്റെ നേരെ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പരോക്ഷമായി പറഞ്ഞു വന്നു, നിങ്ങളുടെ ദൈവം ആരെന്ന് നിങ്ങളുടെ യൗവനക്കാരോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് വേണ്ട വിധത്തിൽ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന ഒരു കാര്യം കൂടെ ആ കൂടെ ചേർത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറഞ്ഞിങ്ങനെ തുടങ്ങി. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ചത്തെ മീറ്റിങ്ങിൽ അതിന് നമ്മൾ ഒരു മറുപടി മീൻസ് അതൊരു സ്റ്റഡിയാണ്. അച്ഛനുമായി ബന്ധപ്പെട്ടവർക്കോ കേൾക്കാം, കേട്ടില്ലേലും കേട്ടാലും കുഴപ്പമില്ല. നമ്മളുടെ സഹോദരങ്ങൾക്ക് അത് പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടാം, വിശുദ്ധ തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വന്നത്. അവിടെ പാപികളായ മനുഷ്യർ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതുമായ കാര്യങ്ങൾ മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അവിടെ നമ്മൾ വീണ്ടും ജനനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതായത് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മളെ പിതാവായ ദൈവം ആകർഷിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച കാര്യങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ രക്ഷയിൽ എങ്ങനെയാണ് പരിവർത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാണ് ആ ആഴ്ചയിൽ നമ്മൾ മുൻപോട്ട് വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇക്കഴിഞ്ഞ ആഴ്ചയിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് കടന്നു വന്നത്. അതായത് നിങ്ങൾ എന്താണ് യേശുക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങളുടെ പാട്ടുകളിലെല്ലാം, വിശേഷാൽ സിയോൻ ഗീതാവലി തുറന്നാൽ അതിനകത്ത് അച്ഛൻ കുറേ പാട്ടുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. തുണ എനിക്ക് യേശുവാം, പിന്നെ എന്നാ എല്ലാം യേശുവേ എന്നൊക്കെ പറയുന്ന യേശു എന്ന അടിസ്ഥാനം, എല്ലാത്തിനും യേശു യേശു എന്ന് പറയും. അതെന്താണ് അങ്ങനെ പറയുന്നത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന് സ്തുതി എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചത്. അപ്പം ശരിയായ ക്രിസ്തീയ വിശ്വാസം തെളിയിക്കണമെങ്കിൽ ത്രിയേക ദൈവ വിശ്വാസത്തെക്കുറിച്ച് ബോധ്യം വേണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസത്തെയും ദൈവത്തെയും ഒക്കെ പരിചയപ്പെടുത്താനും തെളിയിക്കാനും സ്ഥാപിക്കാനും കഴിയൂ എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ വിവിധ നിലകളിൽ പറഞ്ഞു വരികയായിരുന്നു. വിവിധ നിലകളിൽ പറഞ്ഞ് അതിൻ്റെ ഒരു ഉള്ളറകളിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പുസ്തകം മുഴുവനും പരതുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാം നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ക്രൈസ്റ്റ് സെൻറ്റേർഡായി ജീവിക്കാൻ വേണ്ടിയാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതത്തെക്കുറിച്ചാണ്. പഴയ നിയമവും പുതിയ നിയമവും പഠിക്കുമ്പോൾ അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ പിതാവായ ദൈവത്തെ അനുഭവിക്കുന്നത്, അല്ലേ? യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ പിതാവായ ദൈവത്തോട് അടുക്കുന്നത്. ക്രിസ്തു മുഖാന്തരമല്ലാതെ നമുക്ക് അടുക്കാൻ കഴിയില്ല എല്ലാ കാര്യത്തിലും. അതുപോലെ യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് ആത്മമണവാളൻ എന്നാണ്. ആത്മമണവാട്ടിയായ സഭ ആ മണവാളനോട് പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറയുന്നത് വചനത്തിൻ്റെ നിശ്ചയമാണ്. വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. ത്രിയേക ദൈവത്തോട് പറ്റിച്ചേരുന്നവൻ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനോട് പറ്റിച്ചേരുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് കേൾക്കുന്ന ഒരാൾ, ഇവർ ത്രിയേക ദൈവത്തോടൊന്നും അല്ല കേട്ടോ ബന്ധപ്പെടുന്നത്, ഇവർ ക്രിസ്തുവിനോട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ
അതിനെന്താ ഞങ്ങൾ മറുപടി പറയുക? അതായത് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം തന്നെ ഏറ്റുപറയുകയാണ്. ഞങ്ങളുടെ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റുകളിലെല്ലാം ഉണ്ട്, ഞങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നൊരു ജനവർഗമാണ്. അതേസമയം യേശുനാമക്കാരെന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്, അവർ തീർത്തും അവരുടെ ഉപദേശങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. അതുപോലെ വേറൊരു കൂട്ടരില്ലേ, ക്രിസ്തീയ വിശ്വാസമായൊരു ബന്ധമില്ലാത്തവരാണ് യഹോവ സാക്ഷികൾ, ജഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അവരുടേതായ കാര്യം പറയുന്നുണ്ടല്ലോ. അതുപോലെയാണോ പെന്തക്കോസ്തരായ ഞങ്ങൾ കലാകാലങ്ങളായി ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നവരും സേവിക്കുന്നവരുമാണ് ഞങ്ങൾ. അതേസമയം തന്നെ ഞങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷകരും വിശ്വാസികളും ഒക്കെ ഈ കാര്യം തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു 4-5 ദിവസം പിന്നിൽ മലയാളക്കരയിലെ ഒരു പ്രസിദ്ധനായ പ്രഭാഷകൻ, അദ്ദേഹം ഇങ്ങനെ തൻ്റെ പ്രസംഗ മധ്യത്തിൽ പറയുകയാണ്, യോഹന്നാൻ 16-ാം അധ്യായത്തിലെ വാക്യം വെച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കും. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും. ഇവിടെ വായിച്ചത്, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുക്കുകയില്ല. അതായത് ഞാൻ പിന്നെയും നിങ്ങളെ കാണും. അതിന് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം പിന്നെ പരിശുദ്ധാത്മാവ് എന്ന രൂപത്തിൽ വന്നാണ് കാണുന്നത് എന്നുള്ളൊരർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് എങ്ങും പോയി, അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് എവിടെയും പോയി കൂട്ടിമുട്ടില്ല. ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ശരിക്കും കിട്ടണം. ശരിയാവണ്ണം ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇതെന്താണെന്ന് പിടികിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഏച്ച് കെട്ടി അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിച്ച് കളയും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒറ്റയും തെറ്റയുമായ സ്വരങ്ങളൊക്കെ കേൾക്കും. എല്ലാവരും വിഷയത്തിൽ സീരിയസ് ആയി ഗ്രാഹ്യമുള്ളവരാകണമെന്നില്ല. അപ്പം അവരങ്ങനെ ഗ്രാഹ്യമുള്ളവരാകണ്ടേന്ന് ചോദിച്ചാൽ അതിന് അവരുത്സാഹിക്കണം. അവരുത്സാഹിക്കാത്തതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുവെ ആളുകളുടെ എല്ലാ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. അതായത് ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ സേവിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ പിതാവാണ് പിന്നെ പുത്രനായിട്ട് വന്നത്, പുത്രനാണ് പിന്നെ ഇത് പരിശുദ്ധാത്മാവായിട്ട് വന്നതെന്ന് വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന ധാരാളം നിഷ്കളങ്കരായ മനുഷ്യരുണ്ട്. അവർ നിഷ്കളങ്കരാണ്, പക്ഷേ അവരുടെ ചിന്തകളും സങ്കല്പങ്ങളും അങ്ങനെയാണ്. ആ കാര്യത്തിൽ ഒരു ഡീപ്പ് സ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു അന്വേഷണത്തിലേക്കോ അവർ പോകാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അവിടെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മറുപടി പറയാനില്ലാതെ കിടന്ന് ഇരുട്ടി തപ്പും. അതായത് യേശുക്രിസ്തു സത്യദൈവമാണെങ്കിൽ ക്രൂശിൽ കിടന്ന് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ആ വിലാപസ്വരത്തിൽ ഒരു വിലാപം പുറപ്പെടുവിച്ചല്ലോ. അപ്പോൾ അത് ആരോട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരില്ലേ? ആ മറുപടിയൊക്കെ എങ്ങനെ പറയും? മറ്റൊരു പ്രസിദ്ധനായ ആൾ പറഞ്ഞത് അത് തന്നോട് തന്നെ പറഞ്ഞതാണ്. അതായത് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ളത് യേശു കർത്താവ് തന്നോട് തന്നെ പറഞ്ഞതാണെന്ന്. അതൊക്കെ സാമാന്യബോധമുള്ള ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ അവർ നെറ്റ് ചുളിക്കുന്നു മാത്രമല്ല മീശയും പിരിച്ചു കളയും. ഇത് എന്തോന്നട ഈ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയിൽ. എന്നാൽ ജനറലായിട്ടല്ലേ നമ്മൾ പറയുന്നത്. ജനറലായിട്ട് പറയുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരാണ്. എന്നാൽ ജനറലായിട്ട് പറയുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്. ഭൂരിപക്ഷം പേർക്കും ആ ഗ്രാഹ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ടെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ ദൈവരാജ്യ സംബന്ധിയായ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നത്. ഒരേ ഒരു വാതിലേ ഉള്ളൂ, യേശുക്രിസ്തു എന്ന ഏകവാതിൽ. ആ വാതിൽ വഴിയാണ് നമ്മൾ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കുന്നത്, പിതാവായ ദൈവത്തെ അടുത്തറിയുന്നത്, പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കുന്നത് എല്ലാം യേശുക്രിസ്തു മുഖാന്തിരമാണ്. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗമാണ് നമ്മൾ അർപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഈ സ്തോത്രയാഗം അർപ്പിക്കാൻ അടുത്ത് വരുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ദൈവരാജ്യ പ്രവേശനത്തെക്കുറിച്ച് യോഹന്നാൻ 1:12 പറയുന്നത് എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. ഈ യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെയാണ് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഈ 66 പുസ്തകം കൈ കിട്ടിയില്ലെങ്കിലും ഒരു യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതി മാത്രം ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായും ആ വ്യക്തിക്ക് ദൈവരാജ്യ പ്രവേശനത്തിനുള്ള അവസരം കിട്ടുക. കാരണം
ഈ 66 പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. അത്യാവശ്യം സകല കാര്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. 1-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയല്ലേ, അവനെ കൈക്കൊണ്ട്, അഥവാ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സാധിക്കും. അപ്പം അവിടെ ഒന്നും പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ കൈക്കൊള്ളുക എന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായി ഒരു പാപിയായ മനുഷ്യൻ സുവിശേഷം കേൾക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അല്ലേ സുവിശേഷം. സുവിശേഷം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നാണ്. അങ്ങനെ ക്രിസ്തുവിനെ കൈക്കൊണ്ട് ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ തിരുവെഴുത്തുകളുടെ ഇടയിലൂടെ വായിച്ചു പഠിക്കുകയാണ്. അതായത് പിതാവായ ദൈവത്തിൻ്റെ ആകർഷണത്താലാണ് താൻ ദൈവരാജ്യത്തിലെത്തിയത്. പരിശുദ്ധാത്മാവാണ് തനിക്ക് പാപബോധം നൽകിയത്. ക്രൂശിൻ്റെ ചുവട്ടിലാണ് താൻ സറണ്ടർ ചെയ്ത്. അതായത് പുത്രൻ്റെ ക്രൂശിങ്കിലേക്കാണ് താൻ അടുത്തു വന്നത്. അങ്ങനെ പുത്രനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പിതാവിനെ കൈക്കൊള്ളുക എന്നാണ് അതിൻ്റെ അർത്ഥം. അയച്ച പിതാവിനെ കൈക്കൊള്ളുക എന്നല്ലേ. പുത്രനില്ലാത്തവന് പിതാവും ഇല്ലെന്നാണ് വായിക്കുന്നത്. അങ്ങനെയാണ് പഠിക്കുന്നത്. പുത്രനില്ലാത്തവന് പിന്നെ പിതാവുണ്ടോ? ഒന്നുമില്ല. അപ്പം അതിൻ്റെ റൂട്ടിൽ അതിൻ്റെ ക്രമത്തിൽ അങ്ങനെ പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ആക്ഷേപങ്ങളൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയെന്നോണം പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇത്രയും സൂചിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന് പ്രാധാന്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരാധനയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വർണ്ണിക്കും, ഉയർത്തും, ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തെ അല്ല സേവിക്കുന്നത്, ആരാധിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അതിന് തെളിവായിട്ട് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ യാഹാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. യാഹാം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതായത് പിതാവായ ദൈവത്തെ, യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നു, യഹോവയായ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ തന്നെ ആരാധിക്കുന്നു എന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഈ കൂടിവരവിൽ സിയോൻ ഗീതാവലിയിൽ ഇങ്ങനെ മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരു ലൈനും കൂടെ അതിനകത്തുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങളുടെ ഈ പാട്ടാണോ നിങ്ങളുടെ ആരാധന എന്നൊരു ചോദ്യമുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു പരിഹാസ ചൊവ്വയുണ്ടെന്ന് വേണേൽ കൂട്ടിക്കോ. ചുമ്മാ വന്നിരുന്ന് പാട്ട് പാടുന്നതാണോ ആരാധന എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മറുപടിയും അതുപോലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യത്തിൻ്റെ എവിടെയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് വെച്ചാണ് നമ്മളിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്. അതായത് പാട്ടല്ല ആരാധന എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. ആരാധനയുടെ ഭാഗമാണ് പാട്ട്. അപ്പോൾ ആരാധന എന്ന് പറയുന്ന കാര്യം ഡിഫൈൻ ചെയ്യണമെങ്കിൽ കുറേയധികം സമയമെടുക്കും. അപ്പോൾ നമുക്ക് പരിമിതമായ സമയം മുൻപിലുള്ളൂ. ഉള്ള സമയം വെച്ച് പറയാവുന്ന കാര്യങ്ങളെ പറയാൻ ഉത്സാഹിക്കാം. ആരാധന എന്ന് പറയുമ്പോൾ കുർബാന അർപ്പിക്കുന്നതാണ് ആരാധന എന്നുള്ളതാണ് ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതായത് അച്ഛൻ മുതൽ അങ്ങ് കാതോലിക്കയും പാത്രിയാർക്കീസ് വരെ മനസ്സിലാക്കിയിരിക്കുന്നത് ആരാധന എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് യാഗമർപ്പിക്കുന്നു, അഥവാ കുർബാന അർപ്പിക്കുന്നു, അതാണ് ആരാധന എന്നുള്ളതാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പാട്ടാണോ ആരാധന എന്നൊക്കെ ചോദിച്ചത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആരാധന എന്നുള്ളൊരു വിഷയം പറഞ്ഞു തുടങ്ങണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നമുക്ക് ഹോരേബിൽ വരെ പോകേണ്ടി വരുമെന്ന്. ആരാധനയെക്കുറിച്ചുള്ള ഒരു ശരിയായ രൂപം നമുക്ക് കിട്ടുന്നത് മോശ വഴിയാണ്. അതിനു മുൻപ് മനസാക്ഷി യുഗത്തിൽ ജീവിച്ചവരൊക്കെ ആരാധിച്ചില്ലെന്ന് ചോദിച്ചാൽ അവരും ആരാധിച്ചിട്ടുണ്ട്. അവരുടെ മനസാക്ഷിക്ക് ലഭിച്ച ബോധ്യത്തിനനുസരിച്ച് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബൊക്കെ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും മോശയ്ക്കാണ് കൊടുത്തത്. ആ കൊടുത്ത ചട്ടങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിന് മാത്രമല്ല നമുക്കും ബാധകമാണ്. ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ആഴമേറിയ ബോധ്യങ്ങൾ ലഭിക്കുന്നത് ആ ചട്ടങ്ങളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ മോശയോട് പറഞ്ഞ കാര്യം ആദ്യമായി ആരാധനയ്ക്കൊരു ആലയം അല്ലെങ്കിൽ ഒരു നിവാസം, ദൈവനിവാസം ചമയ്ക്കണം, തിരുനിവാസം ചമയ്ക്കണം. ആരെയാണ് ആരാധിക്കുന്നത് എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. സർവശക്തനായ ദൈവത്തെ ആരാധിക്കണം. ആ സർവശക്തനായ ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 25:8-9 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് പരമപരിശുദ്ധനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ഇസ്രായേലിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ ദൈവത്തിന് വസിക്കാനായിട്ട് ഒരു ആരാധനാലയം, അതാണ് സമാഗമന കൂടാരം അഥവാ ടാബർനാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഈ ടാബർനാക്കൾ ചമയ്ക്കുകയാണ്.
അത് കഴിഞ്ഞ് അതിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേവി കുലത്തെ വേർതിരിക്കുന്നു. അതിൽ നിന്ന് വിശേഷാൽ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും വേർതിരിച്ച് നിർത്തി കരപൂർണയാഗത്താൽ അവരെ ആ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ആലയം ചമച്ചു. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതന്മാരെ സജ്ജമാക്കി. ഇനി അതിലെ ചട്ടങ്ങളും പ്രമാണങ്ങളും മോശ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൻ പ്രകാരം അതിൽ ശുശ്രൂഷകൾ ആരംഭിക്കണം. സത്യദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ ആരംഭിക്കണം. പുതിയ നിയമ ആരാധന എന്ന ആഴമേറിയ വെളിപ്പാടിലേക്ക് പഴയ നിയമക്കാരേതായാലും എത്തിയിട്ടില്ല. ആ പുതിയ നിയമ ആരാധനയുടെ നിഴൽ പോലെ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ചട്ടങ്ങൾക്കനുസരിച്ച് അവർ ദൈവത്തെ ആരാധിക്കാൻ വരികയാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു ചട്ടമോ പ്രമാണമോ വ്യവസ്ഥകളോ ഒന്നുമില്ലായിരുന്നു. അവരെവിടെയെങ്കിലും ഒരു കല്ല് കൂട്ടി വെച്ചിട്ട് അവിടെ യാഗം അർപ്പിച്ചോ ഏതെങ്കിലും വിധത്തിലൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ വ്യക്തമായി അവർക്ക് ഒരു തിരുനിവാസമുണ്ട്. ആ തിരുനിവാസത്തിന് 3 ഭാഗങ്ങളുണ്ട്. കയറി വരുന്ന ഭാഗത്ത് അഥവാ കോട്ടിയാടിൽ അല്ലെങ്കിൽ പ്രാകാരത്തിൽ ഒരു ബലിപീഠമുണ്ട്. വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ബലിപീഠമാണ് കാണുന്നത്. ബലിപീഠത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് അഥവാ യാഗമർപ്പിച്ചുകൊണ്ട് അവർ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് യാഗമൃഗത്തിൻ്റെ രക്തം വിശുദ്ധ സ്ഥലത്ത് തിരശ്ശീലയ്ക്ക് ചുവട്ടിൽ തളിച്ചുകൊണ്ട് അടുത്ത പടിയെന്നോണം അവർ അവിടെയുള്ള ധൂപപീഠത്തിൽ ഇൻസെൻസ് ആൾട്ടറിൽ ധൂപമർപ്പിക്കുന്നു, പരിമള ധൂപാർപ്പണം നടത്തുന്നു. അങ്ങനെ ധൂപം അർപ്പിച്ച് ആ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചാണ് പുരോഹിതന്മാർ പുറത്തേക്ക് വരുന്നത്. ഇതാണ് രാവിലെയും വൈകിട്ടും നടക്കുന്ന അവിടുത്തെ റൊട്ടീൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയാണ് രാവിലെയും വൈകിട്ടും കടന്നു വന്ന് പുരോഹിതന്മാർ യാഗമർപ്പിക്കും, ദെൻ ധൂപമർപ്പിക്കും. ഇങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം നിങ്ങളുടെ പാട്ടാണോ ആരാധന എന്നുള്ളതാണല്ലോ. അതിനുള്ള മറുപടിയാണ് പറഞ്ഞു വരുന്നത്. ഇസ്രായേലിൻ്റെ ആരാധന, പഴയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് അത് ബഹുഭൂരിപക്ഷം പേർക്ക് പിടികിട്ടിയിട്ടില്ല എന്താ ഏതാ എങ്ങനെയാണെന്നൊക്കെ. അന്ന് സമാഗമന കൂടാരത്തിൻ്റെ വെളിയിൽ അവരുടെ കൊയർ അഥവാ ഗായക സംഘം വെളിയിലുണ്ട്. അവരവിടെ നിന്ന് പാട്ടുകൾ പാടുന്നുണ്ട്. അതായത് ലേവി കുലത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ് പാട്ട് പാടാനൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം വിശുദ്ധ സ്ഥലത്തുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അഹ്റോനെയും പുത്രന്മാരെയുമാണ്. അവരാണ് അകത്തേക്ക് കടന്നു വരുന്നത്. അവിടേക്ക് വേറെ ആർക്കും കടന്നു വരാൻ അനുവാദമില്ല. അപ്പം ഇവർ വെളിയിൽ പാട്ടൊക്കെ പാടും. അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമി വഴിയായി വാഗ്ദത്ത ഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവമായ യഹോവയ്ക്ക് ആരാധന അർപ്പിക്കുകയാണ്. ആ ആരാധനയുടെ ഭാഗമായി അവർ ഒത്തുകൂടുമ്പോൾ സന്തോഷ സൂചകമായി ദൈവസന്നിധിയിൽ അവർ പാട്ടുകൾ പാടും. ചെങ്കടൽ കടന്നപ്പോൾ തന്നെ മിരിയാം കയ്യിൽ തപ്പെടുത്ത് പാട്ട് പാടിയില്ലേ? ദൈവിക ന്യായവിധി കണ്ട് അവർക്ക് വേണ്ടി സുഗമമായ പാതയൊരുക്കി. അതേസമയം ശത്രുവിനെ ആ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു, അവൻ്റെ മേൽ ന്യായവിധി നടത്തി. ഇതെല്ലാം കണ്ട് മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ട് പാടുകയാണ്. മിരിയാമിനോട് ചേർന്ന് എല്ലാവരും പാട്ട് പാടുകയാണ്. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ നടുവിൽ തുടരുകയാണല്ലോ. പിന്നീട് ഈ സമാഗമന കൂടാരത്തിന് മുൻപിലും അത് കഴിഞ്ഞ് യെരൂശലേം ദേവാലയത്തിൻ്റെ മുൻപിലും ഒക്കെ അവരുടെ ഗായക സംഘം നിന്ന് പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടുന്നതിൽ പ്രസിദ്ധരായവരെ നമുക്കറിയാം. കോരഹപുത്രന്മാർ നല്ല പാട്ടുകാരാണ്, ആസാഫ് നല്ല പാട്ടുകാരാണ്, യദൂഥാൻ നല്ല പാട്ടുകാരനാണ്. അങ്ങനെ പലരുണ്ട്. ദാവീദൊരു മധുരഗായകൻ തന്നെയല്ലേ. ദാവീദ് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ പലരും പാട്ടുകൾ എഴുതി. ആ പാട്ടുകളൊക്കെ അവർ ദൈവസന്നിധിയിൽ ആലപിച്ചുകൊണ്ട് കീർത്തനം ചെയ്തുകൊണ്ട് അവർ സന്തോഷിക്കും. അത് കഴിഞ്ഞ് അടുത്തൊരു കാര്യമാണ് പറയുന്നത്. അവരുടെ പുരോഹിതന്മാർ ബലിപീഠത്തെങ്കിലേക്ക് വന്ന് യാഗമൃഗത്തെ അറുത്ത് അതിന് രക്തമെടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. എന്തിനാ? ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ രക്തം കൂടാതെ അടുക്കാൻ കഴിയില്ല. രക്തം കൂടാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. കാരണം ഈ തിരശ്ശീലയ്ക്ക് തൊട്ടപ്പുറയാണ് അതിപരിശുദ്ധ സ്ഥലം. അവിടെയാണ് തേജോമയനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അവിടെ മാത്രമല്ല, പലപ്പോഴും പലരും കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കും, അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വിശുദ്ധ സ്ഥലത്തോ? വിശുദ്ധ സ്ഥലത്തിന് തന്നെ പറയുന്നത് ദൈവസന്നിധി എന്നാണ്. ദൈവ സാന്നിധ്യമുള്ള ഇടന്ന് തന്നെയാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് ഒതുക്കി നിൽക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? അപ്പോൾ പ്രാകാരത്തിലും ദൈവ സാന്നിധ്യമില്ലേ? ഇസ്രായേലിൻ്റെ ക്യാമ്പ് മുഴുവനും ദൈവ സാന്നിധ്യമുണ്ട്. മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ഡിയൂട്രോണമി ചാപ്റ്റർ 23 വേഴ്സ് 14. ഈ വാക്യത്തിലൂടെ നമ്മൾ കണ്ടത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഈ വാക്യത്തിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്?
നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം, നിങ്ങളുടെ ക്യാമ്പ് ശുദ്ധിയുള്ളതായിരിക്കണമെന്ന്. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രം ഒതുങ്ങുകയാണോ ദൈവം? അങ്ങനെ വിചാരിച്ചാൽ പലരും ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും ആകാമെന്ന്. ദൈവം സ്വർഗത്തിൽ മാത്രം വസിക്കുന്നു, അങ്ങനെയാണോ? ദൈവം സ്വർഗത്തിലാണ് വസിക്കുന്നത്. പക്ഷേ ആ ദൈവത്തിൻ്റെ കണ്ണ് കടന്നു ചെല്ലാത്ത സ്ഥലമുണ്ടോ? ഏരിയകളുണ്ടോ? അവന് മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇസ്രായേലിനോട് പറയുകയാണ്, അവിടെ നടുവിൽ കൂടാരമുണ്ട്, കൂടാരത്തിൽ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ക്യാമ്പ് മുഴുവനും ശുദ്ധമുള്ളതായിരിക്കണം, ക്യാമ്പ് മുഴുവനും ശുദ്ധമുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെ പുരോഹിതൻ ധൂപം അർപ്പിക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് കടന്നു വന്ന് ധൂപം അർപ്പിക്കുന്നു. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന ധൂപാർപ്പണം, പരിമള ധൂപാർപ്പണം, അതാണ് പഴയ നിയമത്തിലെ ആരാധന. പുതിയ നിയമത്തിൻ്റെ നിഴൽ അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരാധന പാട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എന്തുമാത്രം ഒരുക്കങ്ങളാണ് എൻ്റെ പൊന്നച്ചോ. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞല്ലേ ആരാധന എന്നുള്ളൊരു വിഷയം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി ഇസ്രായേലിനെയും ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരികയല്ലേ. എന്തെന്നാ ഫറവോനോട് പോയി മോശ പറഞ്ഞത്? യഹോവയെ ദൈവം കൽപ്പിക്കുന്നു, എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്തിനാ? അവർ എന്നെ ആരാധിക്കണം. എവിടെയാ? മരുഭൂമിയിൽ എന്നെ ആരാധിക്കണം. മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. നമ്മൾ അങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ തുടക്കത്തിൽ കാണുന്നത്. അപ്പോൾ ആരാധനയ്ക്കായി ജനത്തെ വിട്ടയക്കുവാനുള്ള ആഹ്വാനമാണ് മോശ വഴി ഫറവോന് ലഭിക്കുന്നത്. ഫറവോൻ അതിന് ഒഴിവൊഴിവൊക്കെ പറഞ്ഞ് ഒടുക്കാൻ സംഹാരകനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഫറവോൻ പറഞ്ഞത്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും കൂടെ പൊക്കോളാൻ. അങ്ങനെയാണ് അവർ ആരാധനയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു പോരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഭാഗമായി വാക്തത്വങ്ങളുടെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ് അവർ വാക്തത്വ ഭൂമിയിലേക്ക് വരുന്നത്. അത് സത്യമാണ്. എന്നാൽ അതിന് ഇങ്ങനെയും കൂടി ഒരു വശം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. വിടുവിച്ച ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവർ മരുഭൂമിയിൽ ഒത്തുകൂടുകയല്ലേ, അവർ ക്യാമ്പ് ചെയ്യുകയല്ലേ. ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ നടുവിൽ സമാഗമന കൂടാരമുണ്ട്. ആ സമാഗമന കൂടാരത്തിനകത്ത് വസിക്കുന്ന ആരാ? തേജോമയനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, പരമപരിശുദ്ധനായ ദൈവം അവരുടെ നടുവിലുണ്ട്. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തിപ്പാടുന്നവനല്ലേ ആ ദൈവം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടിക്കൊണ്ടിരിക്കുകയാണ് സെറാഫുകളെല്ലാം. ദൈവസന്നദ്ധയിൽ ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവമാണ് ഇസ്രായേലിൻ്റെ നടുവിൽ ഇപ്പോൾ വസിക്കുന്നത്. അപ്പോൾ അവർ ആരാധനയ്ക്ക് ഒത്തുകൂടുമ്പോൾ അതിൻ്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കുന്നത്, അവർ ഈ തിരുനിവാസം ചമയ്ക്കുകയാണ്. പർവ്വതത്തിലെ മാതൃക പ്രകാരം മോശ തിരുനിവാസം ചമയ്ക്കുന്നു. ആരാധനയ്ക്കുള്ള ഒരുക്കമാണ് പറയുന്നത്. ആരാധനയ്ക്കുള്ള ഒരുക്കം ആദ്യപടി എന്താ കാണുന്നത്? അവർ തിരുനിവാസം ചമയ്ക്കുന്നു. തിരുനിവാസത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മോശയും അഹ്റോനും കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ മുന്നമേ സവിസ്തരമൊക്കെ ഇവിടെ പഠിച്ചിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ സന്ദർഭവശാൽ ഈ വിഷയത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് ആ വാക്യങ്ങളെല്ലാം നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. അത് തന്നെയല്ല, പുതുതായി നമ്മൾ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് പ്രയോജനപ്പെടണം. ഒരു സീരിയസ് ആയ കാര്യത്തിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ആരാധനയുടെ ഇടം പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് പുതിയ നിയമത്തിൽ എന്ത് മാറ്റം വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ് നമ്മൾ. അതിനാണ് ലേവ്യ പുസ്തകം 9-ാം അധ്യായം തുറക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ 23-24 വേഴ്സ് 23 and 24, ആ 2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിനുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. ഇപ്പോൾ വായിച്ച ഈ വാക്യത്തിന് പ്രകാരം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. ഓർക്കണം, ഈ കൂടാരവും അതിൻ്റെ കാര്യങ്ങളെല്ലാം പർവ്വതത്തിലെ മാതൃക പ്രകാരം മോശ ചമച്ചു, അതെല്ലാം പൂർത്തീകരിച്ചു, കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ്, സമർപ്പണ ദിനമാണിത്. അല്ലെങ്കിൽ കൂദാശ ചെയ്യുന്ന ദിവസമാണെന്ന് കൂട്ടിക്കോ, അങ്ങനെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. കൂദാശ ദിവസമാണെന്ന്. അപ്പോൾ അങ്ങനെ കൂദാശ ചെയ്യാനായിട്ട് മോശയും അഹ്റോനൊക്കെ വന്നിരിക്കുകയാണ്. ശരിക്കും കൂദാശ ചെയ്യുന്നത് മോശയും അഹ്റോനും അല്ല, അത് വലിയവനായ ദൈവം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജനമെല്ലാം വെളിയിലുണ്ട്. മോശയും അഹ്റോനും അകത്ത് കടന്നു. എന്നിട്ട് അവർ പുറത്തേക്ക് വന്നു. അതായത് യാഗപീഠത്തിൽ യാഗവസ്തുവിനെയൊക്കെ ഒരുക്കി വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ പുറത്തിറങ്ങി വന്ന് നിൽക്കുന്ന സമയത്ത്, അതായത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരികയാണ്.
ഈ പറയപ്പെടുന്ന തിരുനിവാസത്തിൻ്റെ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് ദൈവ തേജസ് ഇറങ്ങി വരികയാണ്. ദൈവ തേജസ് ഇറങ്ങി വന്ന് അവിടെ നിന്ന് പിന്നത്തേതിൽ തീ പുറപ്പെട്ട് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ പറയുന്ന കൂടാരവും അതിൻ്റെ നിർമ്മിതിയൊക്കെ മോശ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു എന്നുള്ളതിൻ്റെ അംഗീകാരം എന്നോണം മോശയുടെ പ്രവൃത്തിയിൽ സംപ്രീതനായ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് അതിനെ ഉറപ്പിക്കുകയാണ്, അതിൽ പ്രസാദിക്കുകയാണ്. കൂടാരം ദൈവം അംഗീകരിച്ചിരിക്കുന്നു അല്ലേ? കൂടാരത്തിൻ്റെ പണിയിൽ ദൈവം തൃപ്തനായിരിക്കുന്നു അഥവാ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദ്യപടി കൂടാരം അഥവാ തിരുനിവാസം ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം തന്നെ ഉയരത്തിലെ ആലോചനയ്ക്കനുസരിച്ച് തന്നെ പണിതു എന്ന കാരണത്താൽ ദൈവം അതിൽ പ്രസാദിച്ചു. അടുത്ത പടി യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ അതിൻ്റെ പ്രമാണപ്രകാരം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനൊരു വാക്യം കൂടെ വായിക്കാം. ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കൂ. അവൻ ഹോമയാഗം കൊണ്ടുവന്ന് അതും നിയമപ്രകാരം അർപ്പിച്ചു. കണ്ടോ? അവൻ ഹോമയാഗം കൊണ്ടുവന്ന് അതും നിയമപ്രകാരം അർപ്പിച്ചു. എല്ലാ കാര്യങ്ങളും നിയമപ്രകാരമായിരിക്കണം. വ്യവസ്ഥയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ പറയപ്പെട്ട പ്രമാണത്തിൽ നിന്നുകൊണ്ട് മോശ യാഗപീഠത്തിൽ ഈ കാര്യങ്ങളെല്ലാം അർപ്പിച്ചു. ലേവ്യ പുസ്തകം 9-ാം അധ്യായം ഇതും. അപ്പോൾ അതൊക്കെ അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ യാഗമൃഗത്തെ കൊണ്ടുവന്നു, അതിനെ അറുത്തു, അതിൻ്റെ തോലുരിച്ചു, ഖണ്ഡം ഖണ്ഡമായി നുറുക്കി. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഊനമുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ അതിൻ്റെ അകത്തെ പാർട്സ് ഇൻവേർട്സ് അതെല്ലാം വീണ്ടും വെള്ളത്തിൽ കഴുകണം, വീണ്ടും നോക്കണം ഊനമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ അർപ്പിക്കുന്ന ആരാധനയാണ്, കുഞ്ഞുകളിയല്ല. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതെല്ലാം നോക്കി ഉറപ്പിച്ചതിന് ശേഷം ബലിപീഠത്തിൽ നിരത്തുകയാണ്. ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അവിടെ വിറക് അടുക്കടുക്കായിട്ടാണ് വെക്കുന്നത്. വിറക് വാരി വലിച്ചിട്ടിട്ട് അങ്ങനെയല്ല കത്തിക്കുന്നത്. വിറക് അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന വിറകിന് മുകളിലേക്കാണ് യാഗവസ്തുവിനെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ആ വിറക് അടുക്കി വെക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർപ്പിക്കപ്പെട്ടു. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 3-ാം വാക്യം. 1 Corinthians chapter 15 verse 3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനവും മരണവും അടക്കവും ഉത്ഥാനവും എല്ലാം സഹോദരങ്ങളെ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമ പുസ്തകത്തെയാണല്ലോ നമ്മൾ തിരുവെഴുത്തെന്ന് വിളിക്കുന്നത്. വിശുദ്ധ പ്രവാചകന്മാരാൽ എഴുതി വെച്ച ആ എഴുത്തുകൾക്ക് അനുസരണമായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവും പിന്നീട് ആ ജീവിതവും ഒടുക്കം ക്രൂശീകരണവും പിന്നെ മരണം, അടക്കം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത്, സകല കാര്യങ്ങളും. അപ്പോൾ അതാണ് അടുക്കടുക്കായിട്ടാണ് വിറക് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? കത്തിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ചുമ്മാ വാരി വലിച്ചിട്ടാ ഒക്കുവോ? അങ്ങനെയല്ല. അതായത് നാം സേവിക്കുന്ന ദൈവം വ്യവസ്ഥയുള്ള ദൈവമാണ്. എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു വന്നു. ഏതെങ്കിലും ഒരു സമയത്ത് അന്ന് ഒരു ഗ്യാപ്പുണ്ട്, ഇപ്പോൾ പോയേക്കാം, അങ്ങനെയൊന്നും വന്നതല്ല. എല്ലാ കാര്യങ്ങളും അതതിൻ്റെ ക്രമത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ടാണ്. അതാണ് ഉത്തരം, വേറൊന്നും പറയാനില്ല. അപ്പോൾ വിറക് അടുക്കി വെച്ചിരിക്കുന്ന വിറകിന് മുകളിലേക്ക് യാഗവസ്തുവിനെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോശയും അഹ്റോനും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഈ 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. അതിലെ ആദ്യത്തെ വാക്യം 23-ാം വാക്യമാണ്. അങ്ങനെ മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിൽ കിടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. അപ്പോൾ യഹോവയുടെ തേജസ് എങ്ങനെ പ്രത്യക്ഷമായത്? സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവ തേജസ് ഇറങ്ങി വരും. സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവ തേജസ് ഇറങ്ങി വന്നു. അത് ജനമെല്ലാം കാണുകയാണ്, ജനമെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് തീ പുറപ്പെടുന്നത്. അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നു. ഇപ്പോൾ 2 പ്രധാന കാര്യങ്ങൾ. ഈ വിഷയങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ് എങ്കിലും മറ്റ് പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ അച്ഛൻ്റെ ചോദ്യം ഗംഭീരമായതുകൊണ്ട് നമ്മൾ മറുപടി പറഞ്ഞു പോവുകയാണല്ലോ. അതുകൊണ്ട് സവിസ്തരം ഈ കാര്യങ്ങളെ പറയേണ്ടതുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലേക്ക് ഇറങ്ങിപ്പോയി പറയുന്നത്.
ഞാൻ പറഞ്ഞു നമ്മൾ ഹോരേബ് വരെ പോവും, അതിനൊന്നും നമുക്ക് വിരോധമുള്ളവരല്ല. അവിടെയൊക്കെ പോയി നിന്ന് എത്രത്തോളം പറയാവോ അത്രത്തോളം നമ്മൾ പറയും. നമ്മുടെ പ്രിയ സ്നേഹിതർക്ക് ആരാധന എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളട്ടെ. അതിന് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ചേർത്ത് വെച്ചാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമ ആരാധനയുടെ രീതിയാണ് പറഞ്ഞു വരുന്നത്. ആദ്യം തിരുനിവാസം ചമയ്ക്കണം. അത് പർവ്വതത്തിലെ മാതൃകപ്രകാരമായിരിക്കണം, വള്ളി ഉള്ളി വിടാൻ പാടില്ല. അങ്ങനെ പർവ്വതത്തിലെ മാതൃകപ്രകാരം തന്നെ ചമച്ചതുകൊണ്ട് അതിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവം പ്രസാദിച്ചെന്ന്. അടുത്ത പടി എന്താ? അടുത്ത പടി മോശെ അഹ്റോനും കൂടി യാഗപീഠത്തിൽ അർപ്പിച്ചിരിക്കുന്ന യാഗം, ആ യാഗത്തിലും ദൈവം പ്രസാദിക്കുകയാണ്. അത് കുറ്റമറ്റ യാഗമാണ്. അവരർപ്പിച്ചിരിക്കുന്ന ഈ ഹോമയാഗം കുറ്റമറ്റ ഹോമയാഗമാണ്. ആ ഹോമയാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിൻ്റെ നിഴലാണ്. അവരവിടെ അർപ്പിച്ചിരിക്കുന്ന ആ യാഗം എന്ന് പറയുന്നത് കാൽവറിയിലെ പരമയാഗത്തിൻ്റെ നിഴലാണ്. കുറ്റമറ്റ യാഗമാണ്. ഊനമില്ലാത്ത മൃഗത്തെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അതിനെ അറുത്ത് അതിൻ്റെ തോലുരിച്ച് ഖണ്ഡമായി നുറുക്കി അതിൻ്റെ അകത്തെ പാർട്സ് എല്ലാം വീണ്ടും വെള്ളം കൊണ്ട് കഴുകി അങ്ങനെ ബലിപീഠത്തിൽ അടുക്കടുക്കായി വെച്ചിരിക്കുന്ന വിറകിന് മുകളിലേക്ക് ഇവർ യാഗവസ്തുവിനെ കൊണ്ടുവന്ന് വെച്ചു. അവിടെ ഒരു കാര്യം മാത്രമേ കുറവുള്ളൂ. എന്താ അത്? തീ മാത്രമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമത്തിലാണ്. എല്ലാം ഭംഗിയായിട്ട് ചെയ്തു, പ്രമാണപ്രകാരം തന്നെ ചെയ്തു. അതിൽ പ്രസാദിച്ച ദൈവം അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്, അല്ലേ? രണ്ട് പ്രധാന കാര്യമാണ്. ഒന്ന്, കൂടാരത്തിൻ്റെ നിർമ്മിതിയിൽ ദൈവം പ്രസാദിച്ചു, ദൈവം അംഗീകരിച്ചു. രണ്ട്, അവരുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അതിന് നമ്മൾ കുറച്ചും കൂടെ പുറകോട്ട് പോയൊരു പഴയ നിയമ കാര്യം എടുക്കും. ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അതേസമയം കയ്യനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. രണ്ട് കാര്യമല്ലേ? ഹാബേലിൽ പ്രസാദിച്ചു, രണ്ട് അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു. അങ്ങനെയാണ്. ആദ്യം ഹാബേലിൽ പ്രസാദിക്കണം. അല്ലാതെ ഈ തോന്നുന്നത് പോലെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് പ്രസാദിച്ചേക്കാൻ പറഞ്ഞ് അങ്ങനെ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല. ഇപ്പം ആരാധനക്കാരെ ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന വിധങ്ങളാണിതൊക്കെ. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. എങ്ങനെയാണ് ഞങ്ങളുടെ സമൂഹത്തിലുള്ള ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി സജ്ജമാക്കുന്നത്. അങ്ങ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിലെ ചാപ്റ്റർ മുതലാണ് പറഞ്ഞു തുടങ്ങുന്നത്. തേജോമയനായ ദൈവം മനുഷ്യവർഗത്തോട് ഇടപെടുന്ന ആ ഇടപെടലുകൾ അവിടെ മുതൽ തുടങ്ങുകയല്ലേ. ആദമുമായി ഉള്ള ബന്ധത്തിൽ നമ്മൾ കാണുകയാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ. പിന്നത്തേതിൽ അവൻ്റെ പുത്രന്മാരുമായുള്ള ബന്ധത്തിൽ. അങ്ങനെ ചരിത്രത്തിലെമ്പാടും നമ്മൾ നോക്കുമ്പോൾ ദൈവം മനുഷ്യരുമായി ഇടപെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു നിയമിക്കപ്പെട്ട സമയമാണ് ഇസ്രായേൽ ഈ ഹോരേബിൻ്റെ അടിവാരത്ത് വരുന്നത്. അതൊരു വിശേഷപ്പെട്ട സമയമാണ്. എല്ലാ കാലത്തേക്കുമുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും അവിടെ കൊടുക്കുകയാണ്. അവർക്ക് ആക്ഷരികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് കൊടുത്തതെങ്കിൽ അതിനകത്ത് നിന്ന് ആത്മീയം പുതിയ നിയമ ക്രിസ്ത്യാനികൾ എടുക്കും. പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിത്തറ ഇവിടെയൊക്കെ തന്നെയാണ്. പുതിയ നിയമ ആരാധനയുടെ അടിത്തറ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അങ്ങനെ ദൈവസന്നിധിയിൽ ഈ യാഗം അർപ്പിക്കുകയാണ്. ആ യാഗത്തിൽ പ്രസാദിച്ചുകൊണ്ട് അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗവസ്തുവിനെ ദഹിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കണം. പുതിയ നിയമത്തിലേക്ക് കാര്യങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. അപ്പോൾ ആദ്യപടി ഒരു ഒരുക്കമുണ്ട്. ഒരുക്കം, കൂടാരത്തിനായിട്ടുള്ളൊരു ഒരുക്കം. ഈ വിഷയം നമ്മൾ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ റോമാലേഖനം 12-ന്റെ 1-2 വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരങ്ങളെ ഒരു ബലിയായി ദൈവസന്നിധിയിൽ അർപ്പിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് റോമർ 12-ന്റെ 1-2 ലഭിക്കുന്നത്, അല്ലേ? റോമാലേഖനം 12-ന്റെ 1-2 നമുക്ക് ലഭിക്കുന്ന കാര്യം അതാണ്. അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ബാധകമാകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ ബാധകമാകുമെന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെയൊക്കെ വളരെ കൃത്യതയുണ്ട്. കാര്യങ്ങൾക്ക് കൃത്യതയുണ്ട്. അതായത് നമ്മൾ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു അന്തരം വരുന്നത് എവിടെയാണ്? നിങ്ങൾ അമ്പരചുംബികളായ വലിയ പള്ളികളൊക്കെ പണിത് വെച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ആലയം എന്നാണ്. ദൈവത്തിൻ്റെ ആലയം. ഞങ്ങളത് കേൾക്കുമ്പോൾ ചിരിക്കും, കുടുകൂടാ ചിരിക്കും. എന്തിനാ അങ്ങനെ ചിരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊരു ബോധ്യമുള്ളതുകൊണ്ടാണ്. 2000 കൊല്ലത്തെ അടിത്തറയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ സ്ഥാപിച്ച ഉറപ്പല്ല, 1-ാം നൂറ്റാണ്ട് മുതലേ ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചു. ഞങ്ങളുടെ വിശുദ്ധ അപ്പോസ്തലന്മാർ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഉറച്ചു പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ട്. അതായത് അരയോപക കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് എന്താ പറഞ്ഞത്? അത്യുന്നതനായ ദൈവം മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്ന ദൈവമല്ല.
ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സമാഗമന കൂടാരം, പിന്നത്തേതിൽ യെരൂശലേം ദൈവാലയമൊക്കെ മനുഷ്യനിർമ്മിതം തന്നെയാണ്. ഒന്ന് മോശയാൽ ചമച്ചതാണെങ്കിൽ രണ്ടാമത് ശലോമോനാൽ ചമച്ചതാണ്. അതെല്ലാം മനുഷ്യനിർമ്മിതം തന്നെയാണ്. ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ അളവിനാലാണ്, എങ്കിലും മനുഷ്യരാണ് അത് നിർമ്മിച്ചത്. എന്നാൽ പുതിയ നിയമ ക്രിസ്ത്യാനിത്വം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ അങ്ങനെ അക്ഷരികമായ കല്ലും മണ്ണും കൊണ്ടുള്ള ആലയങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് താൻ തിരഞ്ഞെടുത്ത, തൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചെടുത്ത തൻ്റെ പാത്രങ്ങളിലാണ്. നാമാണ് ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങൾ. നമ്മയാണ് ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് പുതിയ നിയമത്തിൽ പരിഗണിക്കുന്നത്. നമ്മയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരാധനയ്ക്ക് ഒത്തുകൂടുന്ന സ്ഥലങ്ങളോ എന്നൊക്കെ ചോദിച്ചാൽ അത് വെറും കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ അല്ലേ? നമ്മളതിനെ കെട്ടിടം എന്നല്ലേ വിളിക്കുന്നത്. ഞങ്ങളതിന് ചർച്ച് ഹോൾ എന്ന് പറയും. അത് ഓഡിറ്റോറിയമോ എന്ത് വേണേലും എങ്ങനെ വേണേലും പരിഗണിച്ചോ. മഞ്ഞും മഴയും കൊള്ളാതെ, വെയിലടിക്കാതെ ഒരു ഷെൽട്ടറിനടിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ഒത്തുകൂടും. അത്രമാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അല്ലാതെ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് എവിടെയാണ്? നമ്മിലാണ് വസിക്കുന്നത്. അപ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ മറുപടികൾ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ പറയും? അവിടെ മോശ ആരാധനയ്ക്ക് വേണ്ടിയ കാര്യങ്ങൾ ചട്ടം കൂട്ടി. അതായത് തിരുനിവാസത്തിൻ്റെ പണിയിലേർപ്പെട്ടു. അത് പറഞ്ഞ രീതിയിൽ പൂർത്തീകരിച്ചു. പറഞ്ഞ രീതിയിൽ യാഗം അവിടെ കൊണ്ടുവന്നു. അതിലെല്ലാം ദൈവം പ്രസാദിച്ചു. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ അതിനൊരു തുടക്കം വേണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടെടുപ്പിൻ പ്രക്രിയയിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായി തീരുകയാണ്. അതിൻ്റെ ആദ്യപടിയാണ് ഞങ്ങൾ പറയുന്ന രക്ഷ അഥവാ വീണ്ടെടുപ്പ്. രക്ഷയോടുള്ള ബന്ധത്തിൽ സുവിശേഷം കേൾപ്പിച്ചാണ് ഒരുവനെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 4:15 പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താ? ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോൾ ദൈവരാജ്യ പ്രവേശനത്തിന് സുവിശേഷം കേൾക്കുകയും കേൾക്കുന്ന സുവിശേഷം അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ കൈക്കൊള്ളുകയും ചെയ്യണം. അങ്ങനെ ആ സുവിശേഷ കേൾവിയിലാണ് ഒരുവൻ പാപബോധം വന്ന് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നത്. അവനാ രക്ഷാനുഭവത്തിലേക്ക് വരുന്നത്. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അതായത് മാമോദീസായിലല്ല നീതീകരിക്കപ്പെടുന്നത്. 2000 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഇന്നും ആ കാര്യത്തിലൊരു ഉത്തരവില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കളിയാക്കുന്നുണ്ട് 100 കൊല്ലം അല്ലേ ആയുള്ളൂ എന്നൊക്കെ ചോദിച്ച്. നിങ്ങൾക്ക് 100 കൊല്ലത്തിൻ്റെ പഴക്കമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കുക, 2000 കൊല്ലത്തിൻ്റെ പഴക്കം പറയുന്നുണ്ടെങ്കിലും ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു തിട്ടമില്ലല്ലോ. അതെന്താ അങ്ങനെയായിപ്പോയത്? ഇവിടെ കൃത്യമായിട്ടല്ലേ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു ആദ്യപടി. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്ന് ഉറപ്പുള്ളൊരു വ്യക്തി, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നു എന്ന് ബോധ്യം വന്ന വ്യക്തി രക്ഷിച്ചവനോട് ചേരുവാൻ മാമോദീസയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നു. രക്ഷിച്ചവനോട് ചേരുവാൻ. അപ്പോൾ അതിന് രണ്ടിനും നടുവിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പ്രിയ സഹോദര അല്ലെങ്കിൽ സഹോദരി, തേജോമയനായ ദൈവത്തിൻ്റെ മന്ദിരമായി തീരുകയാണ്. വിശുദ്ധ ജീവിതം നയിക്കേണ്ടതുണ്ട്. ഇനി ലോകത്തിൻ്റെ സ്നേഹിതനായിരിക്കാൻ കഴിയില്ല. ഇനി ചുറ്റുപാടുമുള്ള മറ്റ് ഇതര ആളുകളൊക്കെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആരാരൊക്കെയാണെന്ന് കൂട്ടിക്കോ. ഓണത്തിനും സംക്രാന്തിക്കും ക്രിസ്മസിനും ഈസ്റ്ററിനും വിഷുവിനും ഒക്കെ തലകുത്തി നിൽക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. പേര് ചിലപ്പോൾ നസ്രാണി എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും രീതി പിന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ അവരുടെ കൂട്ടത്തിൽ ഒരു മേശയ്ക്ക് അക്കരയല്ലോ, ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്നതായിരിക്കാം. ഇനി അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഓർത്തഡോക്സുകാരനായിരുന്നെങ്കിലും ആ കൂട്ടുകെട്ട് അങ്ങനെ തന്നെ തുടരണം. പക്ഷേ ക്രിസ്മസിനും ഈസ്റ്ററിനും അവനുമായിട്ട് സംബന്ധത്തിന് പോകരുത്. പോയാൽ സോമരസവം കുടിപ്പിക്കും. അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇനി സത്യക്രിസ്ത്യാനിക്ക് ഇനി ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊന്നും പറ്റില്ല. അല്ലാത്ത സമയത്തൊക്കെ കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് കാണുമ്പോൾ ഹായ് 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 എന്നൊക്കെ പറയാം. അതിനൊന്നും കുഴപ്പമില്ല. ഓണം സംക്രാന്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ കൂട്ടത്തിലേക്ക് ചെന്നത് പരമാർത്ഥമാണെങ്കിൽ നിന്റെ ബിരുദം അവൻ തെറ്റിച്ച് കളയും. നീ ഒരു സമർപ്പണത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. റോമാലേഖനം 12:1-2 ഒക്കെ കുഞ്ഞുകളിയല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു ഉറച്ച തീരുമാനമാണ്, ഒരു സമർപ്പണാനുഭവമാണ്, ഒരു പ്രതിഷ്ഠാനുഭവമാണ്. അല്ലേ? ഞാനിതാ സമർപ്പിക്കുന്നു, എന്നെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ അങ്ങനെയാണ് ബലിയായിട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഈ ശരീരത്തെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കാൻ. എന്തിനാ? അടുത്തപടി ചില ഗൗരവമായ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനൊരു തുടക്കം കുറിക്കണം. ആ തുടക്കം എന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരവും ഈ ജീവിതവും ഇനി പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് ചലിക്കുന്നത്.
ഉയരത്തിലെ ആലോചനയ്ക്കനുസരിച്ച് ചലിക്കേണ്ടതാണിത്, ഉയരത്തിലെ ആലോചനയ്ക്കനുസരിച്ച്. അപ്പോൾ അതിന് മനഃപൂർവ്വമായൊരു സമർപ്പണത്തിലേക്ക് വരണം. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്നത് പണ്ട് അവിടെ ആയിരുന്ന സമയത്താണ്. മണറാട് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് താൻ പാതി ദൈവം പാതി മതി. ഇപ്പം അങ്ങനെയൊന്നുമല്ല, സമ്പൂർണ്ണ സമർപ്പണമാണ്, സമ്പൂർണ്ണ സമർപ്പണം. അതായത് ചരട് വിട്ടുകൊടുക്കുകയാണ്, കർത്തൃത്വം ഏൽപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ്റെ ഉള്ളിൽ ഞാനും പിതാവും വന്ന് വാസം ചെയ്യുമെന്ന്. ത്രിയേകനാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പിന്നീട് ഈ മന്ദിരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയൊക്കെ കഴിഞ്ഞ് സകല ജനവും നോക്കി നിൽക്കെ ദൈവത്തിൻ്റെ തേജസ് ആ കൂടാരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതേ സെയിം കാര്യമാണ് ഇവിടെ നടക്കുന്നത്. വള്ളി വ്യത്യാസമില്ല, സെയിം കാര്യം, അതേ കാര്യം തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ കാണുന്നത്? അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇതിനകത്ത് ആരംഭിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞോളാം. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുക. എന്താ? ഒരു തുടക്കമുണ്ട്. തുടക്കം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണാനുഭവത്തിലേക്ക് വന്ന് നാം ഒരു ആരാധനക്കാരായിട്ട് മാറുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിൻ്റെ ആലയമായി മാറുന്നു. നാമാണ് ആരാധനക്കാർ, നാമാണ് ബലിവസ്തു. ഇതെല്ലാമായി മാറണമെങ്കിൽ ഒരു സമർപ്പണാനുഭവം വേണം, ഒരു തുടക്കം വേണം. മനഃപൂർവ്വമായി നാം നമ്മെ തന്നെ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണൊരു തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പറയുന്നത്. ഒന്ന്, മോശെ അവിടെ ചെയ്ത കാര്യവും, രണ്ട്, പുതിയ നിയമത്തിൻ്റെ രീതിയും ചേർത്ത് പറയുകയാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ശമരിയക്കാരി സഹോദരിയോട് കർത്താവ് എന്താ പറയുന്നത്? ദൈവം ആത്മാവാകുന്നു. ആ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അതാണ് പുതിയ നിയമ ആരാധനയുടെ രീതി. ആ വാക്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമാശ രൂപേണ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പാട്ടാണോ ആരാധനയെന്ന്? അതാണ് ഇത്ര നേരം പറഞ്ഞത്. പാട്ടാണോ ആരാധന? പാട്ടതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ആരാധന എന്ന് പറയുന്നത് എന്താ? ജീവിതം ബലിപീഠത്തിൽ സമർപ്പിക്കുന്നതാണ് ശരിയായ ആരാധന. ജീവിതം എന്ത് ചെയ്യാണ്? ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ഇതാണ് പെന്തക്കോസ്തുകാരുടെ റെവലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇതാണ് പെന്തക്കോസ്തുകാരുടെ വെളിപ്പാടെന്ന് പറയുന്നത്. ഈ ഒരു വെളിപ്പാടുള്ള ഒറ്റയൊരു ഓർത്തഡോക്സുകാരനെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. മീൻസ് എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആരെയും കണ്ടിട്ടില്ല. പെന്തക്കോസ്തുകാരെല്ലാം ഇങ്ങനെയാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് ധാരാളം പേര് ഈ ബോധ്യമുള്ളവരുണ്ടെന്നേ. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. അതായത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്നുള്ള ആ ആഴമേറിയ വെളിപ്പാടിലേക്ക് വരികയാണ്. ജീവിതം തന്നെ ഒരു ആരാധനയായിട്ട് ബലിപീഠത്തിലേക്ക് അർപ്പിക്കുകയാണ്. എവിടെയാ? ആ സ്നാനത്തോടുള്ള ബന്ധത്തിലാണത് അർപ്പിക്കുന്നത്. പിന്നെ അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുപോകുന്നവർ കാണുമായിരിക്കും. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ബലിപീഠത്തിൽ നിന്ന്. വൺസ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ബലിപീഠത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അത് ദൈവത്തിൻ്റെ വകയായി തീർന്നു. അത് ദൈവത്തിന് മാത്രമുള്ളതല്ലേ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വകയായി തീർന്നു. അങ്ങനെ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വന്നു. ഇനി ഇതിനൊരു അന്തമുണ്ട്, എന്നുവെച്ചാൽ ഇതിനൊരു അവസാനമുണ്ട്. അവസാനം എന്താ? 70 ഏറിയാൽ 80, ചിലപ്പോൾ 90, 100 വരെയൊക്കെ പോകുമായിരിക്കും. പറയാൻ പറ്റില്ല എപ്പോൾ എവിടെയെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ എവിടെയായാലും കൊള്ളാം, പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ചാരമായി തീരണം. നമ്മുടെ രക്ഷാനുഭവത്തിലേക്ക് വന്നു, ദെൻ സ്നാനപ്പെടുന്നു. ആ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം നമുക്ക് തന്നെ ആഹ്വാനപ്രകാരം നമ്മളെ വചനത്തിന് മുമ്പാകെ വിറയലോടുകൂടി സറണ്ടർ ചെയ്തു. ഇതാ ഞാൻ എന്നെ തന്നെ ഒരു ബലിയായി ഏൽപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഞാൻ അംഗീകരിക്കുന്നു. കൺട്രോൾ അങ്ങയുടെ കയ്യിലേക്ക് തരുന്നു. സെയിൽ ഡീഡിൽ ഞാനിതാ ഒപ്പിടുന്നു, തീരാധാരത്തിൽ ഒപ്പിടുന്നു എന്ന്. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, ഞാനിതാ ബലിപീഠത്തിൽ കത്തി അമരാൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കത്തി ഒടുക്കം പെട്ടിക്കകത്ത് കയറുമ്പോൾ പെട്ടിക്കകത്ത് മുഴുവനും ചാരമായിരിക്കണം. ഞാനോ കുറയണം, അവനോ വളരേണം. ഇതാണ് ഈ സമർപ്പണാനുഭവത്തിലേക്ക് വന്നവൻ്റെ മനോഭാവം.
അങ്ങനെ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ആരാധന എന്താണെന്നുള്ള ചോദ്യത്തിനും കൂടെ ഒരു മറുപടിയാണ്. സിയോൻ ഗീതാവലി തുറന്നു വെച്ച് പാട്ട് പാടുന്നത് എന്താണെന്നുള്ളതിനൊക്കെ മറുപടിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരംഭം കുറിച്ചിട്ട് പഴയ നിയമം പുതിയ നിയമം കൂടെ ഒന്ന് ചേർത്ത് നിർത്തുകയാണ്. ഇനി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. അതായത് പറഞ്ഞല്ലോ, പഴയ നിയമ ആരാധന, അതായത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രമാണം ലഭിച്ചതിന് ശേഷം ആരാധനയ്ക്കായി അവർ ഒത്തുകൂടുമ്പോൾ ജനമെല്ലാം പ്രാകാരത്തിൽ അവരവർക്ക് ഏൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ അവിടെ പുരോഹിതന്മാർ യാഗപീഠത്തിന് അടുക്കിലേക്ക് വന്ന് യാഗമൃഗത്തെ അറുത്ത് ഈ പറഞ്ഞ രീതിയിൽ അതെല്ലാം ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ രക്തമെടുത്തുകൊണ്ട് വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവിടെ തിരശ്ശീലയ്ക്ക് ചുവട്ടിൽ രക്തം തളിക്കുന്നു. അടുത്തപടി എന്നോണം അവർ ധൂപപീഠത്തിൽ സുഗന്ധധൂപം അർപ്പിക്കുന്നു. 4 വിധ സുഗന്ധവർഗ്ഗങ്ങളും 5ാമത് ഉപ്പും കൂടെ ചേർത്ത് നേർമയായി പൊടിച്ച ആ പൊടിയാണ് ധൂപപീഠത്തിൽ നിരത്തുന്നത്. ബലിപീഠത്തിലിരിക്കുന്ന അഥവാ യാഗപീഠത്തിലിരിക്കുന്ന തീക്കനൽ കൊണ്ടുവന്ന് ആദ്യം നിരത്തും. ആ തീക്കനലിൻ്റെ മുകളിലേക്കാണ് ഈ വിലയേറിയ സുഗന്ധവർഗ്ഗങ്ങൾ നിരത്തുന്നത്. കുന്തിരിക്ക മാത്രം ഇട്ട് വീശിക്കൊണ്ടിരിക്കുകയല്ല. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ആ സുഗന്ധവർഗ്ഗങ്ങളെല്ലാം അതെല്ലാം കൃത്യമായിരിക്കണം. അതങ്ങനെ ധൂപപീഠത്തിൽ കൊണ്ടുവന്ന് പുരോഹിതന് അർപ്പിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളുണ്ട്, മുന്നമേയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അധികം ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ചെറിയ തോതിൽ പറഞ്ഞു പോവുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകാതെ പോകരുതല്ലോ. ഇത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നല്ല ഗ്രാഹ്യമുണ്ടെങ്കിലും കേൾക്കാത്തവർ ആദ്യമായി കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ തോതിൽ വിശദീകരിക്കുന്നത്. അതായത് കൂറിൻ്റെ ക്രമപ്രകാരം പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് കടന്നു വരുമല്ലോ. ധൂപാർപ്പണത്തിന് കടന്നു വരുമ്പോൾ ധൂപാർപ്പണത്തിന് വരുന്ന പുരോഹിതന് ഒരു സഹായിയായ പുരോഹിതനെയും കൂടെ കൂട്ടാം. അതായത് ഈ കാര്യങ്ങളൊക്കെ പൊടിക്കാനും ഇതൊക്കെ സെറ്റ് ചെയ്യാനും പാകത്തിന് ആ പുരോഹിതൻ്റെ സേവനം തനിക്ക് ലഭിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ധൂപാർപ്പണത്തിൻ്റെ നിമിഷത്തിലേക്ക് വരുമ്പോൾ സഹായിയായി വന്ന പുരോഹിതനെല്ലാം പുറത്തേക്ക് പോകും. ആ സമയത്ത് ഇവിടെ നിയമിക്കപ്പെട്ട പുരോഹിതൻ ധൂപപീഠത്തിൻ്റെ അവിടെ ഇതെല്ലാം അർപ്പിച്ചിട്ട് അവൻ ഒരടി പിന്നോട്ട് മാറി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് 2 കരങ്ങളും ദൈവസന്നിധിയിൽ മലർത്തും. അതിനൊക്കെ വാക്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 2 കരങ്ങളും ദൈവസന്നിധിയിൽ മലർത്തി ഏറ്റവും ഭയത്തോടു കൂടിയാണ് ഈ ധൂപാർപ്പണത്തിന് വരുന്നത്. പൊതുവേ നമ്മൾ കേട്ടിരിക്കുന്നത് ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പോകുമ്പോൾ ഭയന്ന് വിറച്ചാ പോകുന്നത്, തിരിച്ചു വരുമെന്ന് അറിയില്ലെന്നൊക്കെയാണ്. അതൊക്കെ വാസ്തവം തന്നെയാണ്. എന്നാൽ ദിവസേന ഈ ധൂപാർപ്പണത്തിന് വരുന്ന പുരോഹിതനും അതുപോലെ വിറച്ചോണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെയാണ്. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പലരും വിചാരിക്കുന്നത് വർഷത്തിലൊരിക്കൽ വിറയ്ക്കണം, പിന്നെ വിറയില്ലെന്നാ. ആ ഒരു വിഷയമാണ് സകല നസ്രാണികൾക്കും പറ്റിപ്പോയത്. എല്ലാ നസ്രാണികൾക്കും, ഞാൻ ഉൾപ്പെടുന്ന പെന്തക്കോസ്ത് സമൂഹത്തെയൊക്കെ ചേർത്ത് വെച്ചാണ് പറയുന്നത്. ആ വിറയാണ് ഇല്ലാതെ പോയത്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് ഭയത്തോടും വിറയലോടും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നാണ്. അതെന്താ രക്ഷയ്ക്കായി അങ്ങ് പ്രവർത്തിച്ചാൽ പറയും? ഭയവും വിറയൊക്കെ വേണോ? വേണം. ഭയത്തോടും വിറയലോടും കൂടെ നാം ദൈവസന്നിധിയിൽ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ഈ ധൂപാർപ്പണത്തിന് വരുന്ന പുരോഹിതൻ, ഞാൻ പറഞ്ഞു യാഗാർപ്പണം കഴിഞ്ഞു, ദെൻ ധൂപാർപ്പണമാണ്. 2 പ്രധാന കാര്യങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. ഇത് രണ്ടും ചേർന്നല്ലാതെ ഈ കൂടാരത്തിലെ ശുശ്രൂഷകൾ റൺ ചെയ്യില്ല. ആദ്യം യാഗാർപ്പണം, അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നോണം ധൂപാർപ്പണം. യാഗരക്തം തളിച്ചുകൊണ്ടല്ലാതെ ദൈവസന്നിധിയിലേക്ക് വരാൻ കഴിയില്ല. ഏതിലെങ്കിലും പോകുന്നവൻ വന്ന് എന്തെങ്കിലും 2 പാട്ട് പാടിയിട്ട് 2 അല്ലേലിയൊന്നും പറഞ്ഞാൽ അത് ആരാധനയുടെ ഭാഗമൊന്നും ആകില്ല. ഒരുവൻ ആരാധനയ്ക്ക് വരണമെങ്കിൽ 1ാമത്തെ പടി അവൻ വീണ്ടെടുപ്പിൽ നിൽക്കുന്നവനായിരിക്കണം. അതായത് അവൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവനായിരിക്കണം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വാക്യങ്ങൾ ഇനി കിടക്കുന്നുണ്ട്. ഇതിലേക്ക് കടന്നു വരണമെങ്കിൽ, ധൂപാർപ്പണത്തിന് കടന്നു വരണമെങ്കിൽ പുരോഹിതനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ശരിക്കും പറയേണ്ടതാണ്. അതായത് പുരോഹിതൻ്റെ വലത്തെ കാതിൽ രക്തം അടയാളം ഉണ്ടായിരിക്കണം, വലത്തെ കൈയിലെ ഈ തന്തവിരലിൽ രക്തം അടയാളം ഉണ്ടായിരിക്കണം, വലത്തെ കാലിൻ്റെ തന്തവിരലിൽ രക്തം അടയാളം ഉണ്ടായിരിക്കണം. അതുപോലെ അവൻ്റെ തലയിൽ അഭിഷേകതൈലം വീഴണം. അവിടേക്ക് കടന്നു വരാൻ പാകത്തിനുള്ള വിശേഷപ്പെട്ട അങ്കികൾ ധരിക്കണം. അങ്ങനെയൊക്കെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. അതെല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹോരേബിൽ വെച്ച് ലഭിക്കപ്പെട്ട പ്രമാണപ്രകാരം ഒരു ആടിനെ അറുത്ത് അതിൻ്റെ രക്തമാണ് ഈ ചെവിമേലും കൈമേലും ഒക്കെ പുരട്ടുന്ന കാര്യം പറഞ്ഞത്.
ഇവിടെ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരു ദൈവകുഞ്ഞാടുണ്ട്, യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാട്. ആ ദൈവകുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മുടെ കാതിലും നമ്മുടെ തന്തവിരലിലും നമ്മുടെ കാലിൻ്റെ പെരുവിരലിലും ഒക്കെ പുരട്ടിക്കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ രക്തമടയാളമില്ലാതെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ധൂപാർപ്പണത്തിന് വേണ്ടി ആർക്കും അടുത്തു വരാൻ കഴിയില്ല. രക്തമടയാളം ഉണ്ടായിരിക്കണം. അടുത്തത് അവൻ്റെ തലയിൽ അഭിഷേക തൈലം വീഴണം. അങ്ങനെയാണ് പഴയ നിയമത്തിൻ്റെ സിസ്റ്റം. എങ്കിലേ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയൂ, അല്ലെങ്കിൽ മരിച്ചു പോകും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മരിച്ചു പോവുകയല്ല, മരണം എന്ന് പറഞ്ഞാൽ വേർപാട്. അതായത് ദൈവത്തിൽ നിന്ന് വേർപെട്ട് പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവസാന്നിധ്യം അനുഭവിക്കില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഈ വ്യവസ്ഥകളെല്ലാം പാലിക്കണം. മോശ വ്യവസ്ഥകളെല്ലാം പാലിച്ച് ദൈവസന്നിധി വന്നെന്ന് നമ്മൾ വായിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വ്യവസ്ഥയില്ല, മൊത്തം ജോളി ടൈപ്പാ ദൈവമെന്ന് അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉള്ള വ്യവസ്ഥകളല്ലേ ഞാൻ ഈ പറഞ്ഞു തുടങ്ങുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവവചനമാകുന്ന വിത്ത് സ്വീകരിച്ചുകൊണ്ട്, അഥവാ സുവിശേഷം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്തപടി വിശ്വാസ സ്നാനത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിലെ വാക്യം നമ്മുടെ മുമ്പാകെ തെളിഞ്ഞു വന്നു, സമ്പൂർണ്ണ സമർപ്പണം. അങ്ങനെ ആ സമർപ്പണത്തിലേക്ക് വരികയാണ്. ആ സമർപ്പണാനുഭവത്തിലേക്ക് വന്നിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എല്ലാം വരുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ ഒരാൾ തുള്ളി ഇവിടെ ഒരാൾ തുള്ളി ആ കൂട്ടത്തിൽ നിന്ന് തുള്ളിയാലൊന്നും പോരാ. അങ്ങനെ തുള്ളുന്നതല്ല ആരാധന. ആരാധന എന്ന് പറയുന്നതിൻ്റെ തുടക്കം എന്താ? ഒരു സമർപ്പണാനുഭവമാണ്. ജീവിതം തന്നെ സമർപ്പിക്കുകയാണ്. ബലിപീഠത്തിൽ, കത്തുന്ന ബലിപീഠത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെയല്ലേ ആരാധനക്കാരനെ ഒരുക്കിയെടുക്കുന്നത്. നമ്മെ ഒരു ആരാധനക്കാരെന്ന നിലയിൽ ഒരുക്കിയെടുക്കുകയാണ് അവിടെ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പഴയ നിയമ ആരാധനയിലേക്ക് ഒന്നുകൂടെ വരിക. പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിന് വേണ്ടി സജ്ജമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം ധൂപപീഠത്തിൽ നിരത്തി. എന്നിട്ട് ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണത്. പുരോഹിതൻ ഒരടി പിന്നോട്ട് മാറി നെടുമ്പാട് വീണ് കിടക്കുകയാണ് ദൈവസന്നിധിയിൽ. അതിൻ്റെ അർത്ഥം എന്താ? കരമൊക്കെ ദൈവസന്നിധിയിലേക്ക് വിരിച്ചു പിടിച്ച്, നിന്റെ സന്നിധിയിൽ ഞാൻ നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ ധൂപാർപ്പണത്തിലും എൻ്റെ യാഗാർപ്പണത്തിലും പ്രസാദിക്കണമേ. അങ്ങനെ ദൈവം പ്രസാദിക്കുകയാണ്. സ്വർഗദൂതന്മാരാ ധൂപവർഗം ആകാശങ്ങളിലൂടെ ഒന്നും രണ്ടും സ്വർഗങ്ങളെ താണ്ടിക്കൊണ്ട് മൂന്നാം സ്വർഗത്തിലെത്തിക്കുകയാണ്. പഴയ നിയമ ആരാധനയുടെ രീതിയാണ്. കാരണം ആകാശങ്ങളിലൂടെ ധൂപം കടന്നു പോവില്ല. രണ്ടാം സ്വർഗത്തിൻ്റെ അധിപതിയായ സാത്താനുണ്ട്, അതിലൂടെ ഇതൊന്നും കടന്നു പോവില്ല. അതുകൊണ്ടാണ് സ്വർഗദൂതന്മാർ ഈ വിശേഷപ്പെട്ട ധൂപം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നത്. അത് പഴയ നിയമകാലത്ത്. ഇന്ന് പുതിയ നിയമകാലത്ത് പുതിയ നിയമ ഭക്തൻ്റെ ധൂപാർപ്പണമൊക്കെ ക്ഷണനേരം കൊണ്ട് കോടാനുകോടി പ്രകാശവർഷം അപ്പുറത്തേക്ക് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആ ധൂപം അവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ ധൂപം എന്താണെന്നൊക്കെ പിന്നെ പറയാം. അപ്പോൾ അതാണ് പുതിയ നിയമത്തിൻ്റെ രീതി. അപ്പോൾ പഴയ നിയമത്തിൽ പുരോഹിതൻ അങ്ങനെ ദൈവസന്നിധി കടന്നു വന്ന് ധൂപം അർപ്പിക്കുന്നു. അതാണ് ആത്മാവിൽ സത്യത്തിലുള്ള ആരാധനയുടെ നിഴലെന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന എവിടെയാ? പ്രാകാരത്തിലാണോ? അതേ പ്രാകാരത്തിന് വെളിയിലാണോ? മനസ്സിലായല്ലോ? വിശുദ്ധ സ്ഥലത്താണ് ആരാധന എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് ധൂപാർപ്പണം എന്ന് പറയുന്നത്. ധൂപാർപ്പണത്തോട് കണക്റ്റഡാണ് യാഗാർപ്പണം. രണ്ടും മുറിച്ചു മാറ്റാൻ കഴിയില്ല. ധൂപാർപ്പണം നടത്തണമെങ്കിൽ യാഗപീഠത്തിൽ തീക്കനൽ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ധൂപപീഠത്തിൽ നിരത്താനായിട്ട്. അപ്പോൾ ഇത് കണക്റ്റഡാണ്. ആ യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. യഹോവയാൽ കൈവിടപ്പെട്ടു പോയ, യഹോവയാൽ തകർക്കപ്പെട്ട, അങ്ങനെ വിവിധ കാര്യങ്ങൾ പറയാൻ കഴിയും. നമുക്ക് വേണ്ടി തച്ചുടയ്ക്കപ്പെട്ട നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ മശിഹ, ആ മശിഹായുടെ ബലിമരണമാണ് ബലിപീഠത്തിൽ നമ്മൾ കാണുന്നത്. ക്രൂശിതനായ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്, അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അപ്പോൾ ഈ യാഗപീഠത്തിൽ നിന്നല്ലാതെ ധൂപാർപ്പണത്തിന് സാധ്യതയില്ല ഒരു കാരണവശാലും. അതുകൊണ്ടാണ് നാട്ടിൽ പലരും തുള്ളും ചാട്ടവും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലാ ചാട്ടവും ഓട്ടവും ഒന്നും സത്യാരാധനയല്ല. സത്യാരാധനയാണെങ്കിൽ ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ടല്ലാതെ ആരാധനയില്ല. ക്രൂശ് കൺമുമ്പിലില്ലാതെ, അതായത് ക്രൂശിതനായ ക്രിസ്തു കൺമുമ്പിലില്ലാതെ, ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്താതെ, ക്രൂശിതനായ ക്രിസ്തുവിനെ ധ്യാനിക്കാതെ ഒരിക്കലും ഒരു ആരാധനയില്ല. ആ ആരാധനയ്ക്കുള്ള ഊർജ്ജം എവിടെ നിന്നാണ് വരുന്നത്? അതിനുള്ള എല്ലാ റിസോഴ്സസും നമുക്ക് ലഭിക്കുന്ന ബലിപീഠത്തിൽ നിന്നാണ്. ആ ബലിപീഠത്തിലൂടെ അല്ലാതെ നമുക്ക് ഒരു ആരാധനയില്ല.
അവൻ മൂലമല്ലാതെ അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം, അങ്ങനെയല്ലേ വായിക്കുന്നത്? അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ക്രിസ്തു മൂലമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണ്. യേശുക്രിസ്തു എന്ന ഒരേ ഒരു വാതിൽ, യേശുക്രിസ്തു എന്ന ഒരേ ഒരു വഴി, അതാണ് ഒരു സത്യക്രിസ്ത്യാനിക്ക് ആരാധനയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ട വഴിയും വാതിലും. അതിലൂടെ അല്ലാതെ വേറെ മാർഗവുമില്ല. ഇപ്പം യാഗപീഠത്തിങ്കൽ സറണ്ടർ ചെയ്യപ്പെടണം, രക്ഷാനുഭവം പ്രാപിക്കണം, മസ്റ്റാണ്. മാമോദീസ വെള്ളം തലയിൽ വീണിട്ട് ആരാധനക്കാരനാന്ന് പറഞ്ഞാൽ തലകുത്തിന്ന് ചിരിക്കാന്നേ മാർഗമുള്ളൂ. വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരണം, ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കണം, കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിക്കണം. ഇതാണ് ആദ്യപടി. ആ ബോധ്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ വിശ്വാസ സ്നാനത്തിൽ രക്ഷിച്ചവനോട് ചേരണം, സമർപ്പണാനുഭവത്തിലേക്ക് വരണം. ആ സമർപ്പണാനുഭവത്തിൽ കാത്തിരിപ്പുണ്ട് വാക്തത്വത്തെ സ്വീകരിക്കാൻ പാകത്തിന്. എന്താ വാക്തത്വം? പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം. അപ്പോൾ ഈ രക്ഷാനുഭവത്തിലേക്ക് വന്നതോ പരിശുദ്ധാത്മാവിലാണ്, സ്നാനത്തിന് സമർപ്പിച്ചതോ അതും പരിശുദ്ധാത്മാവിലാണ്. പിന്നെ ഒരു കവിഞ്ഞൊഴുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ഒരു ജീവജല നദി ഒഴുകും. ഒരു ഇൻഫില്ലിംഗ് ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്, നിറവിൽ നിന്ന് നിറവുണ്ട്. അത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ കാത്തിരിക്കേണ്ടി വരും. വാക്തത്വമാണ്, കാത്തിരുന്ന് പിടിച്ചു പറിച്ചു മേടിക്കുകയല്ല. കാത്തിരുന്ന് നമ്മൾ ബലമായിട്ട് പിടിച്ചു മേടിച്ചുകൊണ്ട് വരികയല്ല, കാത്തിരിക്കുകയാണ്. വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്ക് മാറത്തില്ല. നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ നിറയ്ക്കും. നമ്മൾ ആ പ്രത്യാശ വിട്ടുകളയരുത്, വാഞ്ചയോടെ കാത്തിരിക്കുക. പിതാവായ ദൈവം നമ്മെ നിറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിറവിന് വേണ്ടി കാത്തിരിക്കുക. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? സത്യാരാധനയ്ക്ക് വേണ്ടി ദൈവസ്ഥലത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പുരോഹിതൻ്റെ തലയിൽ അഭിഷേക തൈലം വീഴണം. മോറോൻ തലയിൽ വീഴണം. അത് എവിടെയെങ്കിലും കൊണ്ട് ഈ പൂശിയാൽ പോരാ. 56-ാം ദിവസം കൊച്ചിൻ്റെ എവിടെയെങ്കിലും പൂശുന്നതല്ല. രക്ഷാനിർണയം പ്രാപിച്ച് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യപ്പെട്ട് കാത്തിരുന്ന് വാക്തത്വം പ്രാപിക്കണം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, വാക്തത്വം നിങ്ങൾക്ക് മാത്രമല്ല, അത് നിങ്ങളുടെ തലമുറകൾക്കും വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതാണ്. സമീപസ്ഥരായ നിങ്ങൾക്ക് മാത്രമല്ല, യഹൂദന്മാർക്ക് മാത്രമല്ലെന്ന്, ദൂരസ്ഥരായ ജാതികൾക്കും കൂടെ ഉള്ളതാണ് വാക്തത്വം. കണ്ടീഷനുണ്ട്. കണ്ടീഷനാണ് ഞാനീ പറഞ്ഞത്. എന്താ പറഞ്ഞത്? രക്തത്താലുള്ള കഴുകൽ, രക്തത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം. അടുത്തപടി സറണ്ടർ ചെയ്യപ്പെടുന്നു, സമർപ്പിതരാകുന്നു, ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. മാമോദീസായാൽ തീരാധാരത്തിൽ ഒപ്പിടുന്നു. സമ്പൂർണമായ സമർപ്പണം. ആ കാത്തിരിപ്പ് അവിടെ ആരംഭിക്കുകയാണ്. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നദിയിലേക്ക് ഇറങ്ങാനുള്ള വാഞ്ച. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത വലിയ ആത്മപ്രവാഹത്തിന് വേണ്ടിയുള്ള വാഞ്ചയാണ് രക്ഷാനിർണയം പ്രാപിച്ച വിശുദ്ധന്മാരുടെ ഉള്ളിൽ തിരയടിക്കുന്നത്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത, അല്ലാതെ മുട്ടോളം അരയോളം കൊണ്ട് തട്ടിയും മുട്ടിയും പോയാൽ പോരാ. തട്ടിയും മുട്ടിയും പോയാൽ പോരെന്ന്. അങ്ങനെ തട്ടിയും മുട്ടിയും പോയി തൃപ്തി അടഞ്ഞിരിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന നീന്താനാണ് വിളിച്ചിരിക്കുന്നത്. നീന്തിയിട്ടല്ലാതെ അതാണ് വാക്തത്വം എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ സംവിധാനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കസേരയിൽ മുറുകെ പിടിച്ചിരിക്കുക കേട്ടോ. നീന്തിയിട്ടല്ലാതെ പുതിയ നിയമ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചത്? ചുമ്മാ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊരു ആമയും പറഞ്ഞു പോകുന്നതല്ല. ചുമ്മാ ഒരു ആമയും പറഞ്ഞു പോകുന്നതല്ല. ചുമ്മാ ഒന്ന് ജാടിത്തുള്ളി ഒന്ന് കൈകൊട്ടി പോകുന്നതല്ല. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ആത്മപ്രവാഹം. ആ ആത്മപ്രവാഹത്തിലേക്ക് നടന്നു പോകണം. അതിൻ്റെ ഭാഗമായി, ആ കുത്തൊഴുക്കിൻ്റെ ഭാഗമായി തീരണം. അതാണ് യോഹന്നാൻ 3 പറയുന്നത്. വീണ്ടും ജനിച്ചവൻ കാറ്റൊരു ദിക്കിൽ നിന്ന് അടിച്ചത് വേറൊരു ദിക്കിലേക്ക് പോകുന്ന പോലെയാണ്. ആത്മാവ് അവനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ആ ആത്മപ്രവാഹത്തിൽ പെടണം, അതിൻ്റെ ചുഴികളിലൊക്കെ പെടണം. അങ്ങനെ നമ്മളെ കൊണ്ടുപോകണം. പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന ഉജ്ജ്വലമായ നിമിഷങ്ങൾ, അതല്ലേ ക്രിസ്ത്യാനിത്വത്തെ ധന്യമാക്കുന്നത്. അല്ലാതെ നിങ്ങൾ എന്താ വിചാരിച്ചത്? പള്ളിയിലച്ചൻ അവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വകയായിട്ട് 2-3 ആമയും പറഞ്ഞിട്ട് പോകുന്നതാണോ? അതാണ് പുതിയ നിയമ ആരാധന. സഹോദരങ്ങളെ, എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷത്തിനും ആരാധനയുടെ ഇടം മാറിയത് മനസ്സിലായിട്ടില്ല. ആരാധനയുടെ ഇടം ഷിഫ്റ്റ് ചെയ്തത് ബഹുഭൂരിപക്ഷം പേരും അറിഞ്ഞിട്ടില്ല. ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആരാധനയുടെ ഇടം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ്.
ഹോളി പ്ലേസിലാണ് ഇൻസെൻസ് ഓൾട്ടർ ഇരിക്കുന്നത്. അവിടെയാണ് സുഗന്ധധൂപം അർപ്പിക്കുന്നത്, അഥവാ പരിമള ധൂപാർപ്പണം നടത്തുന്നത്. അതാണ് ആരാധനയുടെ ഇടം. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി മാളികമുറിക്ക് ശേഷം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതെങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു? റോമാലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ ആരാധനയുടെ ഇടം ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല ഇത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. അതായത് പഴയ നിയമ ആരാധനയുടെ രീതി ഞാൻ പറഞ്ഞല്ലോ. അത് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് ആരാധന അർപ്പിച്ചിരുന്നത്. സമാഗമന കൂടാരത്തിലാകട്ടെ യെരുശലേം ദേവാലയത്തിലാകട്ടെ. മാളികമുറിക്ക് ശേഷം ആരാധനയുടെ ഇടം മാറിയ കാര്യമാണ് ഈ വാക്യത്തിലൂടെ സ്ഥാപിക്കുന്നത്. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എന്നാണ് പൗലോസ് പറയുന്നത്. അതായത് ഞാൻ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ ആത്മാവ് എന്ന് പറയുന്നത് ഹ്യൂമൻ സ്പിരിറ്റിനെയാണ്. എൻ്റെ ആത്മാവിൽ, അതായത് മനുഷ്യാത്മാവിൽ ആരാധനയുടെ ഇടം മാറിയത് കണ്ടോ? ഇപ്പോൾ സമാഗമന കൂടാരമില്ല, യെരുശലേം ദേവാലയം ഒന്നുമില്ല. പുതിയ നിയമത്തിലെ ആലയം ഞാനും നിങ്ങളുമാണ്. നാം ആകുന്ന ആലയത്തിൽ എൻ്റെ ആത്മാവിലാണ് ആത്മാവായ ദൈവം വസിക്കുന്നത്. എൻ്റെ ആത്മാവിൽ വസിച്ചുകൊണ്ടാണ് എന്നെ പരിശുദ്ധാത്മാവ് ആരാധനയിൽ സജ്ജമാക്കുന്നത്. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമം മൂലം പിതാവായ ദൈവത്തിന് ഞാൻ ആരാധന അർപ്പിക്കുകയാണ്. അതിൻ്റെ രീതികളെന്ന് പറയുന്നത് സ്തോത്രയാഗത്തിൽ ആരംഭിക്കുകയാണ്. അതങ്ങനെ ആരംഭിച്ച് പരിമള ധൂപാർപ്പണത്തിലേക്ക് വരികയാണ്. സിയോൻ ഗീതാവലിയിൽ എന്തോ കണ്ടെന്നല്ലേ പറഞ്ഞത്? അതിൻ്റെ വിശദീകരണമാണ് കേട്ടോ പറയുന്നത്. മനസ്സിലാവില്ലയോ എന്ന് നമുക്കറിയില്ല, എങ്കിലും പറയുകയാണ്. അതായത് അവിടെ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് അർപ്പിച്ചുകൊണ്ടിരുന്ന ധൂപാർപ്പണം കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത്യുന്നതനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ലെന്ന് അടിവരയിട്ട് പറയാണ്. ഒരു സ്ഥലത്തും അത്യുന്നതനായ ദൈവം വാസം ചെയ്യില്ലെന്ന് പറഞ്ഞതാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ ഏതാണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പള്ളി പണിതിട്ടുണ്ട്, അതിന് മദ്ബഹായുണ്ട്, അതിന് ത്രോണോസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കയ്യിൽ വെച്ചോളാൻ പറയും. മീകായിലും ഗബ്രിയേലൊക്കെ ഇരുന്ന് ചിരിക്കുകയായിരിക്കും. കാരണം എന്താ? ഇതൊന്നും സ്ഥാപിക്കാൻ വചനമില്ലെന്നേ. പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് അവിയൽ പരുവത്തിലുള്ള ഒരു ആരാധനയൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു വളരെ ഡെഫിനറ്റായിട്ടാണ് ശബരിയക്കാരോട് പറഞ്ഞത്. സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കുന്ന ആ മലയിലുമല്ല ഈ മലയിലുമല്ല. അതായത് പുള്ളിക്കാരിക്ക് പറയാനുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ഗ്രാസീം മല. യഹൂദന്മാർക്ക് പറയാനുള്ളത് എന്താ? ഞങ്ങളുടെ പിതാവായ ദാവീദിനാൽ സ്ഥാപിതമായതും അവൻ്റെ പുത്രനായ ശലോമോനാൽ പണിയപ്പെട്ടതുമായ വിശുദ്ധമായ ദൈവാലയം മോറിയാമലയിലുണ്ട്, അവിടെയാണ് ഞങ്ങളുടെ ആരാധന. അതാണ് അവർക്ക് പറയാനുള്ളത്. പക്ഷേ ഈ രണ്ടു കൂട്ടരോട് യേശുക്രിസ്തു പറയുകയാണ്, ഇതൊന്നുമല്ല സത്യാരാധനയുടെ ഒരു നിഴലാണ് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാടിലേക്ക് ഇതാ വരുന്നു, അതിൻ്റെ നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. എൻ്റെ ആത്മാവിൽ യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തെ ഞാൻ ആരാധിക്കുകയാണ്. പള്ളിയിലല്ല ദൈവം ഇരിക്കുന്നത്. എങ്ങനെ പറയുക? പള്ളിയിൽ വന്നിട്ട് മദ്ബഹായിലേക്കോ ത്രോണോസിലേക്കോ അൾത്താരയിലേക്കോ നോക്കിക്കൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവം എൻ്റെ അകത്താണ് വസിക്കുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വാസം ചെയ്യുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം എന്നിൽ വാസം ചെയ്യുന്നു. എൻ്റെ ജീവിതം ഒരു ആരാധനയായി സമർപ്പിക്കപ്പെട്ടതാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് ഞാൻ. കാരണം പരമപരിശുദ്ധനായ ദൈവമാണ് ഈ മന്ദിരത്തിൽ വസിക്കുന്നത്. കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയുടെ മറവിലാണ് ഞാൻ ജീവിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിൽ, രക്തമടയാളമാണ്, അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിനകത്ത് ഇരിക്കില്ല. ബലഹീന മനുഷ്യരായ നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം വസിക്കുന്നതിൻ്റെ കാരണം എന്താ? കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ് നാം. ആ രക്തത്തിൻ്റെ മറവിലല്ലെങ്കിൽ നാം പുകഞ്ഞു പോയേനെ. അത്ര പരിശുദ്ധനായ ദൈവം നമ്മിൽ വാസം ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഭയത്തോടും വിറയലോടും കൂടെ നാം അവൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കണം. സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. അപ്പോൾ ഇത് പല രീതിയിലാണ് പറയുന്നത്. നാം അവൻ്റെ പാദപീഠത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ പറയുകയാണ്, ആ തേജോമയനായ ദൈവം എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണെന്ന്. എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് രണ്ട് നദികൾ ഒന്നായിത്തീരുന്നത് പോലെ എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം
രണ്ടും ഒന്നായി തീരുന്ന നിമിഷങ്ങളാണ് ആരാധനയിൽ സംഭവിക്കുന്നത്. രണ്ടും ഒന്നായി തീരുകയാണ് ആരാധനയുടെ ഗംഭീര നിമിഷങ്ങൾ. ഇലക്ട്രിക് കമ്പിയിലൂടെ ആ കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ ആത്മാവിൽ ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം. അതുകൊണ്ടാണ് ആരാധനക്കാരൻ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു മതയാനയെ പോലെയാണ് എഴുന്നേൽക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആരാധനക്കാരൻ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ഒരു മതയാനയെ പോലെയാണ് എഴുന്നേൽക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ ചാർജ് ചെയ്യപ്പെട്ട അനുഭവമല്ലേ. ദൈവസാന്നിധ്യം അതിൻ്റെ എല്ലാ നിലയിലും അനുഭവിച്ച നിമിഷങ്ങളാണ്. ഭയങ്കരമായ നിമിഷങ്ങൾ, ഉത്തേജിപ്പിക്കപ്പെട്ട, കരുത്തു പ്രാപിച്ച, ഉറപ്പും ധൈര്യവും ബലവും പ്രാപിച്ച നിമിഷങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ആരാധന കഴിഞ്ഞ് പോകുന്നവൻ ഏന്തി വലിഞ്ഞാണ് പോകുന്നത്, ഏന്തി വലിഞ്ഞ്. അതിൻ്റെ കാരണം എന്നാ? ആരാധനയിൽ അവൻ ആ സന്തോഷം അനുഭവിക്കുന്നില്ല. ആരാധനയിൽ ആ സന്തോഷം അനുഭവിക്കണം. ബോധ്യങ്ങളാണിത്, ബോധ്യങ്ങളാണ്. രണ്ട് കാലങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത്. പഴയ നിയമത്തിൽ ഇത്രയൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. ആ സാധുക്കൾക്ക് ഇതൊന്നും പിടികിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രവാചകന്മാരും രാജാക്കന്മാരും ഗോത്രപിതാക്കന്മാരും ഒക്കെ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരുടെ കണ്ണ് തുറന്നിട്ടുണ്ടായില്ല. അവരുടെ കാതുകളിൽ ഇതൊക്കെ കേട്ടാലും അവർക്ക് മനസ്സിലാകില്ല. അതേസമയം ഈ കൃപാകാലയളവിൽ കൃപയാണിതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നത്. അളവറ്റ ദൈവകൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പൊരുൾ തിരിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറയുമെന്ന് പറ. ഇപ്പോൾ എൻ്റെ ബന്ധത്തിലുള്ള എൻ്റെ കസിൻസൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഈ സിറിയൻ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ലെന്ന് ഞാൻ എഴുതി വെച്ച് തരാം. പിന്നെ അവർക്ക് അറിയില്ല, അവർ കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ അവരുടെ കയ്യിൽ ബൈബിളില്ലേ? ഉണ്ട്, അവരുടെ വീട്ടിലൊക്കെ ബൈബിളുണ്ട്, എവിടെയോ ഉണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ, അത് എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനാണ്. അദ്ദേഹം വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് അന്ന് പഠിക്കുന്നത്, കോളേജിൽ പോകാനുള്ള സൗകര്യത്തിന് അവിടെയാണ്. അപ്പം അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടായ സമയത്ത് ഈ കുഞ്ഞിനെയൊക്കെ നോക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ വലിയ മഴയും ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ചേച്ചി ഈ കുഞ്ഞിൻ്റെ തൊട്ടിയിൽ അതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഒരു ചെറിയ ഗിഡിയൻസിൻ്റെ ബൈബിള് അതിനടിയിലും പിന്നെ ഈ തലേണയുടെ അടിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കാണാം. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വെളിപ്പാടുകൾ. അവരോടൊന്നും ഇതൊക്കെ ചോദിച്ച് അവരെ നമ്മൾ കഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ തകർന്നെന്നുറങ്ങിയ ഹൃദയത്തോടെയാണ് ഇതൊക്കെ പ്രസ്താവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരും സ്നേഹിതരും അങ്ങനെയുള്ള ധാരാളം പേർക്ക് ഈ വിഷയങ്ങളൊക്കെ അജ്ഞാതമായിരിക്കുമ്പോൾ ദൈവം ഇതൊക്കെ തുറന്നു തന്നത് ഓർക്കുമ്പോൾ എത്ര നന്ദിയോടെയായിരിക്കണം ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. തകർന്നെന്നുറങ്ങിയ ഹൃദയത്തോടല്ലാതെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുമോ? സത്യാരാധനയെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് തുറന്നു വരുന്നത്. അതിൻ്റെ ഒരു സൂചനകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സൂചനകൾ, അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞെന്നല്ല, അത്യാവശ്യം മനസ്സിലാകേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ അവർ ആരാധനയ്ക്ക് ഒത്തുകൂടുന്ന രീതികളാണ് പറഞ്ഞത്. അതിന് വലിയ ഒരുക്കങ്ങളുണ്ട്. പ്രഭാതയാഗത്തിന് വരുന്ന പുരോഹിതൻ വീട്ടിൽ നിന്ന് ഒരുങ്ങിയാണ് വരുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? തേജോമനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. യാഗാർപ്പണത്തിൽ അർപ്പിക്കുന്ന യാഗമൃഗം ഊനമുള്ളതാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ദൈവ കോപമാണ് തന്നെ തേടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് യാഗമൃഗത്തെ നോക്കും, അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യും. അത് കഴിഞ്ഞ് യാഗരക്തം കൊണ്ടുപോയി തളിക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നീട് ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം ചട്ടപ്രകാരമായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 5 വിധ വസ്തുക്കൾ ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. ഇവിടെ 5 വിധ സുഗന്ധവർഗ്ഗങ്ങൾ പൊടിച്ച് ധൂപപീഠത്തിൽ നിരത്തുന്ന കാര്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഈ 5 കൂട്ടം കാര്യങ്ങളുമായിട്ടല്ലാതെ ആരാധനയ്ക്ക് ഒരു ആരാധനക്കാരൻ വരാൻ കഴിയില്ല. 5 കൂട്ടം കാര്യങ്ങൾ. അവിടെ ഈ വസ്തുക്കളെല്ലാം നുറുക്കിയാണ് ധൂപപീഠത്തിൽ അർപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഒരു പുതിയ നിയമ ആരാധനക്കാരൻ ദൈവസന്നിധി വരുമ്പോൾ തകർന്നുറങ്ങിയ ഹൃദയത്തോടെയാണ് വരേണ്ടത്. നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവൻ്റെ ആരാധനയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കും.
അല്ലാത്ത കരിമ്പാറകൾ അങ്ങനെ തന്നെ വന്നിരുന്നിട്ട് അങ്ങനെ തന്നെ വീട്ടിൽ തിരിച്ചു പോകും. 2 സ്വോത്രം അല്ലേലിയൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ പോകും. അല്ലേ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതായത് ഹൃദയം നുറുങ്ങിയവർ ദൈവസാന്നിധ്യം അനുഭവിക്കും. ഹൃദയം നുറുങ്ങിയവർ. അപ്പോൾ ഇങ്ങനത്തെ കൂടിവരവുകളിൽ ഈ വചന ശുശ്രൂഷകളൊക്കെ നമ്മെ നുറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നിങ്ങളെയൊക്കെ ഒന്ന് തലോടി വിടാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സുഖമാണോ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, നമ്മെ നുറുക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മെ നുറുക്കും. എന്തിനാ? നമ്മൾ സത്യാരാധനക്കാരായി മാറണം. അതിന് ഏറ്റവും സീരിയസ് ആയൊരു കാര്യം ഇപ്പോൾ പറഞ്ഞത്. നുറുക്കമില്ലാതെ ദൈവസന്നിധിയിലേക്ക് വരാൻ കഴിയില്ല. ആ മലയാള പദത്തിന് എങ്ങനെയാണ് നിങ്ങൾ അർത്ഥങ്ങൾ കൽപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. തകർന്നു നുറുങ്ങിയ ഹൃദയത്തിനുടമകൾ, ഒരു ഹൃദയത്തകർച്ച. അതേസമയം പുസ്തകം പഠിപ്പിക്കുന്നത് എന്താ? ഹൃദയ കാഠിന്യം എന്ന് പറയുന്ന ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമുണ്ട്, അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം എന്താ? ഹൃദയകാഠിന്യമാണ്. ഹൃദയകാഠിന്യത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാനോ വന്ന് ദൈവത്തെ ആരാധിക്കുവാനോ സാധ്യമല്ല. ആരാധിക്കാം, യാന്ത്രികമായി വരാം, യാന്ത്രികമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ട് വീട്ടിൽ പോവാം. അവിടെ നീന്തിയിട്ട് പോയിട്ട് നരിയാണിയോളം പോലും കാല് നനയ്ക്കാൻ പറ്റില്ല. നരിയാണിയോളം പോലും കാല് നനയ്ക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകില്ല. അതേസമയം വ്യവസ്ഥ പ്രകാരമാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ആ വ്യവസ്ഥയിൽ സഞ്ചരിച്ചു നോക്കിയേ, വ്യവസ്ഥയിൽ ജീവിച്ചു നോക്കിയേ, ഈ പറയപ്പെടുന്ന വാക്തത്വം സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അച്ഛനുള്ള മറുപടി എന്നോണമാണ് സംസാരിച്ചു തുടങ്ങിയെങ്കിലും ഇതിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുകയായിരുന്നു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരാത്മപ്രവാഹമുണ്ട്. അത് വാക്തത്വമാണ്. കേൾവിക്കാരായ വാത്സല്യ സഹോദരങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകാൻ പാകത്തിന് ഒരു പൊത്തുപൊരുത്ത അനുഭവത്തിൽ പോയാൽ പോരാ. കർത്താവേ, നിന്റെ ദാസനിലൂടെ കേട്ട കാര്യങ്ങൾ സത്യമാണെങ്കിൽ, അത് സത്യമാണല്ലോ, വചനത്തിലുള്ള കാര്യമല്ലേ, ആ അനുഭവം എൻ്റെ മേൽ പകരണമേ. അത് ഒരു തവണ പ്രാർത്ഥിച്ചാൽ പോരാ, അതായിരിക്കണം നിരന്തര പ്രാർത്ഥന. നിരന്തരമായ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും ഒക്കെ കടന്നു ചെന്ന് കാര്യങ്ങൾ ഉണർത്തിക്കണം. ആ അനുഭവം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ ക്രിസ്തീയ ജീവിതം ആ നിലയിൽ നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക്, ഒഴിഞ്ഞ അനുഭവത്തിൽ ദൈവസന്നിധിയിലേക്ക് വരിക, അവിടെ നിന്ന് നിറയ്ക്കും. ആ നിറവിൽ നിന്നാണ് നമ്മൾ ജൈത്രയാത്ര നടത്തേണ്ടത്. ജയകരമായ ക്രിസ്തീയ ജീവിതം, ജയകരമായ ക്രിസ്തീയ ജീവിതം. അല്ലെങ്കിൽ ശേഷം മനുഷ്യരും നമ്മൾ തമ്മിൽ എന്നാ വ്യത്യാസം? അവരും കുർബാന അർപ്പിച്ച് വീട്ടിൽ പോകുന്നു, നമ്മളൊരു പാട്ടും പാടി. അച്ഛൻ ചോദിച്ചതുപോലെ, പാട്ടാണോ ആരാധന എന്ന് ചോദിച്ച പോലെ, പാട്ടാണോ ആരാധന? ഇവിടെ പാട്ടുമായി ബന്ധപ്പെട്ട ഒന്നും പറഞ്ഞില്ല ഞാൻ. പാട്ടൊക്കെ പ്രാകാരത്തിന് വെളിയിൽ നിന്നാണ് പാടുന്നത്. അതേസമയം ആരാധന എന്ന് പറയുന്നത് എന്താ? ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുന്ന. ഇവിടെ പാട്ടിലൂടെയൊക്കെ നമ്മൾ ആരംഭിക്കും, അടുത്തടുത്ത പടികളിലേക്ക് കടക്കുകയാണ്, സ്തോത്രയാഗത്തിലൂടെ. അത് കഴിഞ്ഞെന്താ? സ്വർഗീയമായ അനുഭവങ്ങൾ, ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരുക്കപ്പെട്ട ഭാഷയിൽ, സ്വർഗീയമായ ഭാഷയിൽ നാം ദൈവത്തെ എന്ത് ചെയ്യുന്നു? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പുതിയ നിയമ ആരാധനയുടെ രീതിയാണ് പറയുന്നത്. അവിടെ സുഗന്ധവർഗ്ഗങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയാണെങ്കിൽ ഇവിടെ ഒന്നും അർപ്പിക്കാനില്ല. ഇവിടെ ജീവിതമാണ് അർപ്പിക്കുന്നത്. ഇവിടെ കായും പൂവൊന്നുമില്ല അർപ്പിക്കാൻ. ഇവിടെ കുന്തിരിക്കൊന്നും അർപ്പിച്ചാൽ പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് കുന്തിരിക്കവും കുന്തിരിക്കത്തിൻ്റെ പുകയൊന്നും വേണ്ട. പുതിയ നിയമത്തിൽ കുന്തിരിക്കൊക്കെ കാണിക്കുന്നത് എന്താ? വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ്, വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ്, വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഓണത്തിനും ക്രിസ്മസിനും സംക്രാന്തിക്കും ബീവറേജ് കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ടിലുള്ള മോൻ വരുമ്പോൾ നീളമുള്ള കുപ്പി കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഓക്ലൻഡിലുള്ള മോൻ വരുമ്പോൾ, അല്ലെങ്കിൽ ലക്സംബർഗിലുള്ള മോൻ വരുമ്പോൾ, മോള് വരുമ്പോൾ മോളും കൊണ്ടുവരും. ഇപ്പോൾ പിന്നെ ഡാഡിക്ക് വേണ്ടി മോളും കൊണ്ടുവരും. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ കുറച്ച് കള്ളപ്പവും പോത്തിറച്ചിയും ഒക്കെ, അങ്ങനെ പല സൈസ് പരിപാടിയുണ്ടല്ലോ. ഇതൊക്കെ തിന്ന് ഏമ്പൊക്കവും വിട്ടിട്ട് ഇനി കുർബാനയ്ക്കും കൂടെ പോയേക്കാം. അതാണോ ആരാധന? അതാണോ ആരാധന? കാത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരും കൂടെ പറഞ്ഞേക്കാം, ലേക്ക് ഓഫ് ഫയർ. ലേക്ക് ഓഫ് ഫയർ കാത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ലക്സംബർഗും എല്ലാ ബർഗും അവസാനം ചെന്നെത്താൻ പോകുന്ന അവിടെയായിരിക്കും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊള്ളുക, സത്യാരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. കുർബാന എന്ന് പറയുന്നത് ബലിയാണ്, അതൊന്നും ആരാധനയല്ല.
അതൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്, നിങ്ങളുടെ സങ്കല്പങ്ങളാണ്. 2000 അല്ല 4000 കൊല്ലമായിട്ടുള്ള നിങ്ങളുടെ സങ്കല്പങ്ങളായിരിക്കും. സത്യാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് പറഞ്ഞത്, നിഴലും പൊരുളുമാണ് പറഞ്ഞത്. എന്താ നിഴലി പറഞ്ഞത്? ആരാധനയ്ക്ക് കൂടാരം ചമയ്ക്കണം, അതിൻ്റെ പ്രാകാരത്തിൽ യാഗപീഠമുണ്ട്. യാഗം നടത്തി യാഗരക്തവുമായിട്ടല്ലാതെ ദൈവസന്നിധി കടന്നു വരാൻ കഴിയില്ല. കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയുടെ മറവിലല്ലാതെ അടുക്കാൻ കഴിയില്ല, പുകഞ്ഞു പോകും. അതാണ് ഒരു സത്യക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത്. എപ്പോഴും രക്തത്തിൻ്റെ മറവിലായിരിക്കണം, എന്നുവെച്ചാൽ രക്ഷിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കണം. രക്ഷിക്കപ്പെട്ട ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടണം. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി ഒരു ഒരുക്കത്തിലേക്ക് വരണം. അവിടെ സമാഗമന കൂടാരത്തിലെ ആരാധനയൊക്കെ ഇന്നില്ല. യെരുശലേം ദേവാലയവും ഇല്ല, അവിടുത്തെ ആരാധനയൊക്കെ നിർത്തി. പുതിയ നിയമ ആരാധന മദ്ബഹായിലോ ത്രോഡോസിലോ ഒന്നുമല്ല, അത് എൻ്റെ ആത്മാവിലാണ്. ഞാനാണ് മന്ദിരം. രണ്ടാമതൊരു മന്ദിരം ഇല്ല പുതിയ നിയമത്തിൽ. രണ്ടാമതൊരു മന്ദിരം ഉണ്ടെന്ന് വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുമോ? ആദ്യത്തെ ആരാധനയ്ക്കുള്ള ഇടമെന്ന് പറയുന്നത് സമാഗമന കൂടാരമാണ്. അന്ന് യെരുശലേം ദേവാലയം ഇല്ല. അത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണ് യെരുശലേം ദേവാലയം രംഗത്ത് വരുന്നത്. അവിടുത്തെ കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് പുതിയ നിയമ സഭ ആരംഭിക്കുന്നത്. സഭയെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ മന്ദിരം. ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ ആരാധനയുടെ ഇടം മാറി. ആരാധന എവിടെയാ? ആരാധന എൻ്റെ ആത്മാവിലാണ്. മാൻ നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിലൊരു കാംക്ഷ വരികയാണ്. ആരാധനയ്ക്ക് വേണ്ടിയുള്ള കാംക്ഷ. നീർത്തോടുകളിലേക്ക് ഇറങ്ങാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ആ നദിയിലേക്ക് ഇറങ്ങാനുള്ളൊരു വാഞ്ച ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. ബാഹ്യമായ ഒരു കാര്യങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതല്ല ആരാധന. എൻ്റെ അധരത്തിൽ നിന്നാണ് ഞാൻ ദൈവത്തിനുള്ള ആരാധന അർപ്പിക്കുന്നത്. അത് എൻ്റെ ഭാഷയിലാണ് ആരംഭിക്കുന്നത്. എൻ്റെ ഭാഷയിൽ. ആ ഭാഷയിൽ നിന്ന് ദൈവം എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അടുത്ത ഭാഷയിലേക്ക് കടക്കും. എൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ യാഗാർപ്പണത്തിലൂടെ ദൈവം എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സ്വർഗീയമായ അനുഭവങ്ങളിൽ ആ ഭാഷയിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങും. അതിനകത്തെല്ലാം പുകഴ്ചകളാണ്. അതെല്ലാം ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ എന്താ പറയുന്നതെന്ന്. അതങ്ങനെയാണ് കുരുന്തലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. കുരുന്തലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവത്തിൻ്റെ നാമത്തെ മഹിമപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. കാരണം വേണ്ടും പോലെ പ്രാർത്ഥിക്കാനും വേണ്ടും പോലെ ആരാധിക്കാനും ഒന്നും നമുക്കറിയില്ല. അതിനെല്ലാം നമ്മെ സജ്ജമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരാധനയുടെ ഇടമെന്ന് പറയുന്നത് എൻ്റെ ആത്മാവിലാണ്. അത് ത്രോണോസിലുമല്ല മദ്ബഹായിലുമല്ല, അല്ലെങ്കിൽ അവിടെയല്ല ഇവിടെയല്ല എവിടെയല്ല, അത് ഇവിടെയാണ്. അതിവിടെയാണ്, എൻ്റെ ആത്മാവിലാണ്. പരിശുദ്ധാത്മ സഹായത്താൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുകയാണ്. ത്രിയേകനാം ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. യാഹാം ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാൻ കഴിയുന്നത്? അല്ലേ? അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അർപ്പിക്കുന്നതിൻ്റെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പം നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഇങ്ങനെ ചുരുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈവം ആരെന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറഞ്ഞു. യഹോവയായ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമാണ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്, വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ വരുവാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വന്ന പുതിയ നിയമ വിശുദ്ധന്മാരെ കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ, നിയുക്ത മണവാട്ടി എന്ന നിലയിലാണ് കൗണ്ട് ചെയ്യുന്നത്. നിയുക്ത മണവാട്ടി എന്ന നിലയിൽ. അവിടെ മുതൽ മണവാട്ടിയുടെ ഉള്ളം മണവാളനോട് പറ്റിച്ചേരുവാനുള്ള വെമ്പലാണ്. അല്ലേ? കുരുന്തലേഖനത്തിൽ പറയുന്നത് എന്താ? ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി വിവാഹനിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി വിവാഹനിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വിവാഹനിശ്ചയം കഴിഞ്ഞ മണവാട്ടിക്ക് മണവാളനോടുള്ള പറ്റുമാനം ഭയങ്കരമായിരിക്കും. അല്ലേ? വിവാഹനിശ്ചയം കഴിഞ്ഞ മണവാട്ടിക്ക് പിന്നെ വേറെല്ലാവരോടും ആയിരിക്കുമോ പറ്റുമാനം? അപ്പോൾ അത് അതിൻ്റെ റൂട്ടിൽ തന്നെ പഠിക്കുക. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുരിശേ തറയ്ക്കരുത്. വീണ്ടെടുക്കപ്പെട്ടവർ വീണ്ടെടുത്തവനോടല്ലേ ചേരുന്നത്. അതതിൻ്റെ റൂട്ടിൽ അങ്ങനെയാണ് പോകുന്നത്. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എല്ലാ വശങ്ങളും. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കരുത്. നിങ്ങളങ്ങനെയാണ്, നിങ്ങളിങ്ങനെയാണ്, അവരിങ്ങനെയാണെന്നൊക്കെ. അതേസമയം ഞങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. കൃത്യമായ ബോധ്യങ്ങൾ. സൗരങ്ങളെ കേൾക്കപ്പെട്ട ഈ കാര്യങ്ങൾ
ഇത് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങളെക്കുറിച്ച്. ഈ മാറ്റം പഴയ നിയമ ആരാധനയിൽ നിന്ന് പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ഈ സത്യദൈവത്തെ ആരാധിക്കാൻ വരുന്നവൻ നിർമ്മല മനസാക്ഷിയോടെ വരണം കേട്ടോ. ദുർമനസാക്ഷിയൊക്കെ നീങ്ങി നിർമ്മല മനസാക്ഷിയോടെ വരണം. ആ നിർമ്മല മനസാക്ഷി നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്നുണ്ട്. അതുപോലെ പരമാർത്ഥ ഹൃദയത്തോടെ വേണം അടുത്തു വരാൻ. 2 കാര്യമാണ് പറഞ്ഞത്. പരമാർത്ഥ ഹൃദയത്തോടെ വരണം, നിർമ്മല മനസാക്ഷിയോടെ വരണം. അതൊക്കെ ഏത് രീതിയിലാണ് ലഭിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ബോധ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യാരാധനയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.